So once again, a very warm good evening to one and all. This is again Dr. Saurav Santosh Nair. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് ഇമ്പാക്ഷൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇമ്പാക്ഷൻ ആൻഡ് ഐ തിങ്ക് യു ഓൾ ഗൈസ് ഡ്യൂറിങ് യു ഇന്റേൺഷിപ്പ് പീരീഡിൽ നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് കണ്ടുവന്ന ഒരു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കോമൺ ആയിട്ടുള്ള ഒരു കേസായിരുന്നു ഈ ഇമ്പാക്ഷൻ എന്ന് പറഞ്ഞ ആസ് റിഗാർഡിംഗ് ടു ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി അല്ലെ. ഇമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ സോ ലെറ്റ് മീ ജസ്റ്റ് ഗീവ് യു എ ബേസിക് ഐഡിയ അബൌട്ട് വാട്ട് ഈസ് ഇമ്പാക്ഷൻ. ഇമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ ടേം ഇമ്പാക്ട്, അതായത് സംതിങ് ദാറ്റ് ഈസ് ബീങ് ഇമ്പാക്റ്റഡ്, അതായത് നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ മാതിരി ഒരു ഇമ്പാക്റ്റ് കൊടുക്കുക അല്ലെ. അതായത് ഈ പറഞ്ഞ ഒരു ഫോഴ്സ് കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി ഇംഗ്ലീഷില് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ. ബട്ട് വാട്ട് ഇൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയുടെ റിഗാർഡിംഗ് ഇമ്പാക്ഷൻ എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. ഓക്കെ, എല്ലാവരും അവനവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്നു. ഐ തിങ്ക് ആൻഡ് ഡ്യൂറിങ് ദിസ് പ്രിപ്പറേഷൻ ജേർണി മൈ ക്ലാസ്സസ് ആൻഡ് മൈ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് യുവർ പ്രിപ്പറേഷൻ ഈസ് വെൽ. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് എന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എനിക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴത്തെ മാതിരി വി ഓൾവേസ് സ്റ്റാർട്ട് അവർ ക്ലാസ് വിത്ത് എ ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ അല്ലേ. ബിക്കോസ് ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് മോട്ടിവേഷൻ, ഈ പറഞ്ഞ മാതിരി മോട്ടിവേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ചില സമയത്ത് ഇൻ സം ഡേയ്സ് വി ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ അല്ലെ. എല്ലാ ദിവസവും നമുക്ക് ഒരേ ടൈപ്പ് മൂഡ് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർസീവറൻസ് ആണ് നമുക്ക് ആവശ്യം. ബട്ട് ഡൂയിങ് മൈ പാർട്ട് ഓഫ് ദ ജോബ്, ഞാൻ എപ്പോഴും ഒരു പഠിത്തം മാത്രമല്ല. ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാം ഇറ്റ് ഡസ് നോട്ട് ഓൺലി എന്താ പറയുക അസസ് വാട്ട് ഈസ് യുവർ നോളജ് സ്റ്റാറ്റസ്, ബട്ട് ഓൾസോ അസസസ് നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ട്. ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നമ്മൾ നമ്മളെ തന്നെ എത്രത്തോളം കാം ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ അനലൈസ് ചെയ്യണത്. ആൻഡ് trust me guys, the only competition that you guys have to worry is about yourself only. അതായത് ഞാൻ പറയണതിന്റെ അർത്ഥം എന്താന്ന് പറയുമ്പോൾ, നിങ്ങൾ എപ്പോഴും ഇപ്പൊ ഞാനൊക്കെ എന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടക്ക സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അയ്യോ, ഇത്രയും പേര് എഴുതുന്ന പരീക്ഷയാണ്, ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ, അതിൽ നമുക്ക് കിട്ടുമോ. അവരൊക്കെ എന്നെക്കാട്ടും കൂടുതൽ പഠിക്കുന്ന ആളായിരുന്നു. ഞാൻ ഒരിക്കലും എന്റെ യു ജി ടൈമിൽ കുത്തിയിരുന്ന് പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിച്ച ടൈപ്പ് വ്യക്തിയല്ലായിരുന്നു. ഞാൻ എന്റെ യു ജി ടൈമിൽ നല്ലപോലെ അടിച്ചു പൊളിച്ച് ഈ പറഞ്ഞ മാതിരി പോവാത്ത ട്രിപ്പുകളില്ല. ഞാൻ മണാലി ട്രിപ്പ് പോയിട്ടുണ്ട്, ഞാൻ മൂന്നാർ ട്രിപ്പ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ ബോയ്സിന്റെ ഒരു ഫുള്ള് ഗ്യാങ് ഉണ്ടായിരുന്നു. സോ so I am not intending to waste any further time. I just want to tell you guys that only competition, okay, that you guys have to really worry is about yourself. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇന്നലെ എന്തായിരുന്നു അതിനെക്കാട്ടും നല്ലത് ഇന്നാവാൻ ശ്രമിക്കുക. ഇന്നലെ ഇഫ് യു ആർ ഏബിൾ ടു സോൾവ് 100 ക്വസ്റ്റ്യൻസ്, ഇന്ന് നിങ്ങൾ അത് 120 ആക്കുക. നാളെ 140, മറ്റന്നാൾ 160. സോ ഈച്ച് ഡേ ബൈ ഡേ യു ആർ ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് യുവർ സെൽഫ്. ആൻഡ് സൈമൾട്ടേനിയസ്ലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ താഴെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്ന വേറെ കമ്പീറ്റേഴ്സും നിങ്ങളെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബൈ യൂസിങ് ദാറ്റ് അപ്രോച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ മെന്റൽ സ്ട്രെസ് ഓഫ് വാട്ട് അതേഴ്സ് ആർ ഡൂയിങ്. ഓക്കെ, സോ അതായിരുന്നു ഇന്നത്തെ ഈ പറഞ്ഞാൽ. ആൻഡ് so as always, ഈ പറഞ്ഞ മാതിരി when we start our classes we always start with a daily dose of motivation അല്ലേ. So today's thought for you guys is believe you can and you're halfway there. It seems a very short quote but it is so powerful, no? അതായത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കുക. The moment you believe that you guys can do it, okay, ബാക്കിയുള്ളവർ എന്ത് പറയണമെന്നല്ല, നമ്മൾ എന്ത് പറയണോ അതിലാണ് കാര്യം. So the moment you believe that you guys can do it, you're halfway there onto your goal that you have set. അതായത് when you believe on yourself, you're already defeated 50% of the competition. കാരണം അനുഭവത്തിന്റെ വെളിച്ചം കൊണ്ട് പറയാണ്. ഓക്കെ, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലെങ്കിലും ജീവിതം എന്നെ കുറെ അനുഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വെളിച്ചത്തിൽ പറയാണ് കി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ സെൽഫ് ഡൗട്ടിലാണ്. അതായത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് അവർ ഓൾറെഡി ധരിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ധരിച്ചു വെച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും പേര് എഴുതുന്ന പരീക്ഷയിൽ നല്ല റാങ്ക് കിട്ടുക? സോ ഓൾവേസ് ലൂസ് ദാറ്റ് ഈ പറഞ്ഞ മാതിരി ഒരു ബിലീഫ് ദാറ്റ് യു ഗൈസ് ക്യാൻ ഡു ഇറ്റ്. ഓൾവേസ് തിങ്ക് ദാറ്റ് ഇഫ് ഹീ ക്യാൻ ഡു ഇറ്റ് വൈ കാൻറ്റ് ഐ ഡു ഇറ്റ്. അവനെ കൊണ്ട് പറ്റുവെച്ചാൽ എന്തുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല? ഓക്കെ, ആ ഒരു വാശി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ ടുഡേസ് ഡെയിലി ഡോസ് ഓഫ് മോട്ടിവേഷൻ ഫോർ യു ഗൈസ് ഇസ് ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദർ. ഓക്കെ,
So without any further delay, let's go ahead with the and in another session we are basically going to divide, or I have divided my whole session into the definition about what is impaction, the theories. Okay, theories you don't have to remember what each and every theories is. Just remember the names and a basic idea. ഓക്കെ, അത് മാത്രം ഓർത്ത് വെക്കുക. ക്ലാസിഫിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അനാറ്റമിക്കൽ ലാൻഡ്മാർക്സ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഇമ്പാക്റ്റഡ് ടൂത്ത്, അസസ്മെന്റ് ഓഫ് ഇമ്പാക്റ്റഡ് ടൂത്ത്. ഓക്കെ, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിലൊക്കെ പഠിച്ചിട്ടുണ്ട് വാർ ലൈൻ അസസ്മെന്റ്, വാർഫെ അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ്. ദാറ്റ് വുഡ് ബി ഡിസ്കസ്ഡ് ഇൻ ദ അസസ്മെന്റ് ഓഫ് ഇമ്പാക്റ്റഡ് ടീത്ത്. ദെൻ പാർട്ട്ലി ഇറപ്റ്റഡ് ആൻഡ് അൺഇറപ്റ്റഡ് മാൻഡിബുലർ തേർഡ് മോളറിൽ അതിൽ എന്തൊക്കെ വ്യത്യാസം വരണേ? വാട്ട് ആർ ദ ഫ്ലാപ്പ് ഡിസൈൻസ് ദാറ്റ് ആർ യൂസ് ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് എ ഇമ്പാക്റ്റഡ് തേർഡ് മോളർ, ദ ലിംഗ്വൽ സ്പ്ലിറ്റ് ബോൺ ടെക്നിക്, the operative procedure of how a tooth is removed, the surgical management and its complication. So ഈ ഒരു ഹെഡിങ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഫുൾ ഇൻഫെക്ഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഗോയിങ് ടു ദ ഡെഫിനേഷൻ ഓഫ് ഇമ്പാക്ഷൻ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ ഏബിൾ ടു റിമെമ്പർ ദ ഡെഫിനേഷൻ ഓഫ് എ സ്പെസിഫിക് വേർഡ്, ഓക്കെ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ മെയിൻ ഡെഫിനേഷൻ എന്താ, ഇപ്പോൾ ലോക്കൽ അനസ്തേഷ്യ ഡെഫിനേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത്, അതിലത്തെ ഹൈലൈറ്റഡ് ആയ കാര്യങ്ങൾ എന്താണെന്ന് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ you would be able to answer 40 to 50% of the questions related to that topic, and that plays a huge impact. So how do you define an impacted tooth? Okay, so the word impactus or impacted comes from a Latin word that is referred to as impactus. Okay, it is basically a Latin line cessation of eruption caused by physical barrier or ectopic eruption. അതായത് നമ്മൾ ഇറപ്റ്റ് ആവുന്ന പല്ലിന്റെ ആ ഇറപ്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ആ ഇറപ്ഷൻ റേറ്റ് കുറയാം. Okay, that is cessation of the eruption, which can be caused either by a physical barrier or an ectopic eruption. And it is also defined as an impacted tooth is partially erupted or unerupted tooth and is positioned against another tooth, bone or soft tissue so that its further eruption is unlikely. അതായത് അത് ഇനി അങ്ങോട്ട് അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. And will not eventually assume a normal arch relationship. അതായത് what is an impacted tooth? So impacted tooth is basically defined as a tooth that won't be able to erupt into the oral cavity in the normal condition and assume the normal intra-arch relationship. Okay, so that is what basically the you understand by the term impacted. So impacted teeth are teeth that won't be able to erupt on its own, or it won't be able to assume a normal arch relationship with other tooth or tissues. So I hope you guys are clear with the definition part. Okay, now ഇത് ഓരോ ആൾക്കാർ പറഞ്ഞ ഈ definitions of impacted tooth. This slide is not as that important, just for the sake of completion of the topic ഞാൻ ഇട്ടുന്നേ. So according to Rounds, an impacted tooth is the one which is embedded in the alveolus. Alveolus is the tooth bearing segment of the bone, so that its further eruption is prevented. So according to Rounds, he defined an impacted tooth as one which is embedded in the alveolus. Alveolus no remember, it is a tooth bearing segment of the bone, so that its further eruption is prevented. According to Archer, it is a tooth which is completely or partially unerupted and is positioned against another tooth, bone or soft tissue. നമ്മൾ നേരത്തെ കണ്ട ഡെഫിനേഷൻ ആണ്. So that its further eruption is unlikely and described according to its anatomic position. Whereas according to Light, it had been described as one that has failed to erupt into normal functional position beyond the time usually expected for such appearances. അതായത് ഒരു പല്ല് നോർമലി നമുക്കറിയാം ഓരോ പല്ലിന് there is a specific eruption time. ആ ടൈം കഴിഞ്ഞിട്ടും വരാത്ത പല്ല് അല്ലെങ്കിൽ ആ ടൈം കഴിഞ്ഞിട്ട് ഇറപ്റ്റ് ആവാത്ത പല്ലിനെയാണ് we basically term as an impacted tooth. Okay, that was according to Light. And according to Anderson, impaction is a cessation of tooth eruption caused by a clinically or radiographically detectable physical barrier in the eruption path or by an ectopic position of tooth. So basically, what all these individuals had to say is that ഒരു impacted tooth എന്ന് പറയുമ്പോൾ it is that tooth that isn't able to erupt into the oral cavity on its own. അതായത് അതിന്റെ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും it is not able to erupt into the oral cavity. Okay, it can either be due to impaction due to overlying bone, soft tissue or other tooth. So I hope that's clear with you guys. So ഇത്ര ഈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ കണ്ട സൈഡിലത്തെ ആ ഡെഫിനിഷൻ മാത്രം ഓർത്ത് വെക്കുക. Now there are certain other terminologies like Malpose tooth.
ഓക്കെ, മാൽപോസ് ടൂത്ത് എന്ന് പറയുമ്പോൾ മാൽ പൊസിഷൻഡ് ടൂത്ത്, അതായത് ആ പല്ലിന്റെ റെഗുലർ പൊസിഷനിൽ നിന്ന് മാറി വേറൊരു പൊസിഷനിലേക്ക് വരണം. ഓക്കെ, അതാണ് മാൽപോസ് ടൂത്ത്. സോ ഇറ്റ് ഇസ് എ ടൂത്ത് ഓർ ഇറപ്റ്റഡ് വിച്ച് ഇസ് ഇൻ അബ്നോർമൽ പൊസിഷൻ ഇൻ ദ മാക്സിലർ ഓർ മാൻഡിബിൾ. അതായത് കെനൈൻ നമുക്കറിയാം, ഇറ്റ് ഇസ് ഓൾസോ ഈ ഒരു പൊസിഷനിലാണ് കെനൈൻ ഉണ്ടാവുക. പക്ഷെ കെനൈൻ മാറിയിട്ട് മോളാറിന്റെ പൊസിഷനിൽ വരാണ്, അല്ലെങ്കിൽ കെനൈൻ മാറിയിട്ട് സെൻട്രൽ ഇൻസൈസിന്റെ പൊസിഷനിൽ വരാണ്. ദാറ്റ് ഇസ് ബേസിക്കലി ടേംഡ് ആസ് ദി മാൽപോസ് ടൂത്ത്. അൺഇറപ്റ്റഡ് ടൂത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ടൂത്ത് നോട്ട് ഹാവിംഗ് പെർഫറേറ്റഡ് ദി മ്യൂക്കോസ, അതായത് നമ്മുടെ ഈ ആൽവലർ മ്യൂക്കോസ പെർഫറേറ്റ് ആവാതെ അൺഇറപ്റ്റ് ആയിട്ട് കിടക്കുന്ന പല്ലിനെയാണ് നമ്മൾ അൺഇറപ്റ്റഡ് ടൂത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് എ സ്പെസിഫിക് ടേം റിഫർഡ് ടു ആസ് ഓഡന്റെക്ടമി. ഇറ്റ് ഇസ് എ ടേം യൂസ്ഡ് ഫോർ റിമൂവൽ ഓഫ് partly erupted or unerupted teeth or retained roots that cannot be extracted by forceps technique and therefore must be removable surgical excision. അതായത് നമ്മൾ ഇതിന്റെ മുന്നത്തെ ചാപ്റ്റർ എക്സഡോൺസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്താ കണ്ടേ? ദാറ്റ് ഈസ് നമ്മൾ ഫോർസെപ്സ് ടെക്നീക്സ് അല്ലെങ്കിൽ നമ്മുടെ എലിവേറ്റഡ് ടെക്നീക്ക് വെച്ചിട്ടാണ് നമ്മൾ പല്ലെടുത്താണ്. ആ ടെക്നീക്ക് വെച്ചിട്ട് എടുത്ത് കളയാൻ പറ്റാത്ത പല്ലാണ് നമ്മൾ ഒഡന്റെക്ടമി. ബേസിക്കലി ഇറ്റ് ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് അൺഇറപ്റ്റഡ് ഓർ പാർഷ്യലി ഇറപ്റ്റഡ് ടൂത്ത് ഓർ റീറ്റെയിൻഡ് റൂട്ട്സ് ഓഫ് ദി ടൂത്ത് that cannot be removed by the usual approach by using forceps or the elevator approach. That is basically odontectomy. Okay, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. Now comes a bit important part. അതായത് പല ആൾക്കാരും ഓരോ തിയറി പറഞ്ഞു, അതായത് എന്തുകൊണ്ടാണ് ഒരു പല്ല് ഇമ്പാക്റ്റഡ് ആയിട്ട് മാറണേ. ഓക്കെ, അതിന്റെ പല തിയറീസ് ഉണ്ട്. അതിലത്തെ 4-5 ഇമ്പോർട്ടന്റ് തിയറീസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ചില സമയത്ത് ഈ പറഞ്ഞ മാതിരി MCQയിൽ ഞാൻ കണ്ടത് വൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് എ തിയറി ഓഫ് ഇമ്പാക്റ്റഡ് ടൂത്ത്. അപ്പോൾ ഈ പറയണ പേരല്ലാതെ വേറെ ഏത് പേര് കണ്ടാലും യു ക്യാൻ ഡയറക്ട്ലി റിമൂവ് ദാറ്റ്. സോ ഫസ്റ്റ് ഇസ് ദി ഓർത്തഡോണ്ടിക് തിയറി. Okay, orthodontics theory, it basically states that jaws develop in a downward and forward direction, and growth of the jaw and movement of teeth occurs in forward direction. So anything that interferes with such movement will cause an impaction. അതായത് it is basically this orthodontic theory had to state that നമ്മുടെ jaws, അതായത് മാക്സിലായാലും മാൻഡിബിൾ ആയാലും, it has a growth, എല്ലാത്തിനും ഒരു ഗ്രോത്ത് ഡയറക്ഷൻ ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ബേസിക്കലി ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ഡയറക്ഷൻ. ഈ ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ഡയറക്ഷനിൽ ഏതെങ്കിലും കാരണവശാൽ അതിനൊരു ഈ പറഞ്ഞ മാതിരി തടയണ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് സ്റ്റോപ്പിംഗ് ദിസ് ഗ്രോത്ത്, okay, of the jaw bones in a downward and forward direction will ultimately lead to impaction. കാരണം a barrier that prevents the growth of these jaws, that is maxilla and mandible, will basically cause a reduced space അല്ലെ. കാരണം ജോ ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ എല്ലാ പല്ലിനും ഇറപ്റ്റ് ചെയ്യാനുള്ള സ്പേസ് കിട്ടില്ല. അപ്പൊ എന്താവും, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇറപ്റ്റ് ചെയ്യണ പല്ലിന് സ്പേസ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ബേസിക്കലി ഓർത്തഡോണ്ടിക് തിയറി. വേറെ സെക്കൻഡ് തിയറി വാസ് ഫൈലോജെനറ്റിക് തിയറി. ഓക്കെ, സോ ബേസിക്കലി ഫൈലോജെനറ്റിക് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ there is something that is in our body referred to as vestigial organ. Okay, vestigial organ എന്ന് പറയുമ്പോൾ പണ്ട് യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ കാലക്രമേണ അതിന്റെ യൂസ് കുറഞ്ഞ് ഇപ്പൊ നമ്മൾ യൂസേ ചെയ്യാത്ത ഓർഗൻ ഫോർ എക്സാമ്പിൾ ഇസ് അപ്പൻഡിക്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് അപ്പൻഡിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിന്റെ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ്റെ അവിടെ ചെറിയൊരു ജെ ഷേപ്ഡ് ഓർഗൻ ആണ്. പണ്ട് അത് യൂസ് ഉണ്ടായിരുന്നു വെൻ വി യൂസ് ടു ഈറ്റ് റോ മീറ്റ്. ഓക്കെ, പണ്ടത്തെ നമ്മുടെ ഈ പൂർവ്വജന്മാര് റോ മീറ്റ് ആണല്ലോ കഴിച്ചുകൊണ്ടിരുന്നുണ്ടായി. പക്ഷെ ഇപ്പോൾ നമ്മൾ ഫുള്ള് കുക്ക്ഡ് ആണ്, കുക്ക്ഡ് ഫുഡാണ് നമ്മൾ കഴിക്കുക. റോ മീറ്റ് നമ്മൾ ഒരിക്കലും അങ്ങനെ പച്ചക്ക് കഴിക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ അപ്പൻഡിക്സിന്റെ യൂസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കേം സ്മോളർ. ഇപ്പൊ അത് ചെറിയൊരു കഷ്ണം മാത്രമായിട്ടാണ് കിടക്കുന്നത്. അതേമാതിരിയാണ് നമ്മുടെ ഈ പറഞ്ഞ കോക്കീജിയൽ ബോൺ. ഓക്കെ, പണ്ട് നമുക്ക് നമ്മൾ കുരങ്ങന്മാരെന്നാണല്ലോ ഇവോൾവ് ആയി വന്നത്. സോ പണ്ട് നമുക്ക് വാലുണ്ടായിരുന്നു, പക്ഷെ വാല് പിന്നെ കുറഞ്ഞാണ് ഇപ്പൊ നമ്മുടെ ബോഡിയിൽ കാണുന്ന കോക്കിക്സ് എന്ന പാർട്ട് ഇപ്പൊ ചെറിയൊരു വെസ്റ്റേജ് ഓർഗൻ മാതിരിയാണ്. അതേമാതിരി പണ്ടത്തെ ആൾക്കാരിൽ ഈ പച്ചമാംസം കഴിക്കണോണ്ടാണ് എല്ലാ മോളാർ പല്ലാണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആസ് കാലക്രമേണ ആസ് ദി ഫുഡ് ഹാബിറ്റ് ചേഞ്ച്, നമ്മളിപ്പോൾ സോഫ്റ്റ് ഡയറ്റ് ആണ് കഴിക്കണത്. അതുകൊണ്ട് തന്നെ ഈ മോളാർ പല്ലിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ നേച്ചർ ഹാസ് ഓൾവേസ് എ റൂൾ, എനിത്തിങ് ദാറ്റ് ഈസ് നോട്ട് യൂസ്ഡ് വിൽ ഗെറ്റ് അട്രീറ്റഡ്. അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ അവിടുന്ന് എനിത്തിങ് ദാറ്റ് ഇസ് നോട്ട് യൂസ്ഡ് വിൽ ട്രൈ ടു റിമൂവ് ഫ്രം അവർ ബോഡി. അതേമാതിരിയാണ് ഈ തേർഡ് മോളാർ പല്ല്. കാരണം വി ആർ നോട്ട് ഹാവിങ് ദാറ്റ് കൈൻഡ് ഓഫ് എന്താ പറയാ, ഭയങ്കര ഒരു കട്ടിയുള്ള ഭക്ഷണമല്ല നമ്മളിപ്പോൾ കഴിക്കണം. എല്ലാം വേവിച്ചതോ പുഴുങ്ങിയതോ ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ ഈ തേർഡ് മോളറിന്റെ ആവശ്യമില്ല. അപ്പോൾ നേച്ചർ ഈസ് ട്രൈയിങ് ടു എലിമിനേറ്റ് എന്ന തിയറിയാണ് നമുക്ക് ഫൈലോജെനറ്റിക് തിയറി പറയുന്നത്. ഓർത്തഡോണ്ടിക് തിയറി എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ബേസിക്കലി സ്റ്റേറ്റിംഗ് ദാറ്റ് എനി ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് ദി നോർമൽ ഗ്രോത്ത് ഓഫ് ദ ജോ ബോൺസ് ഇൻ എ ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു ഗ്രോത്തിനെ തടയണ ഏത് കാരണവശാലും it would lead to impaction. അതാണ് orthodontic theory. Phylogenetic theory എന്ന് പറയുന്നത് it basically states that anything that is not used in the body becomes a vestigial organ and nature tries to eliminate it out of the body. അതേമാതിരി നമ്മുടെ ഡയറ്റ്
has changed from a coarse and raw diet into cooked diet. അല്ലെ, നമ്മളിപ്പോ കഴിക്കണ എല്ലാം വേവിച്ച സാധനങ്ങളെ കഴിക്കണം. സോ അതുകൊണ്ട് നമുക്ക് അത്രയും കട്ടിയുള്ള ചവയ്ക്കാനുള്ള ഒന്നും നമ്മൾ കഴിക്കാറില്ല. സോ ബേസിക്കലി അതിന്റെ യൂസ് ഇല്ല അവിടെ. സോ ദാറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് ദി ഫൈലോജനറ്റിക് തിയറി. Then there is Mendelian theory. Okay, Mendelian theory എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ട്. മെൻഡൽ is basically associated with inheritance of certain factors. So Mendelian theory എന്താ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹെറിഡിറ്റി, അതായത് നമ്മുടെ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മുടെ തലമുറകൾക്ക് അവിടെ നിന്ന് ഇങ്ങനെ പാസ്സായി വരുന്ന കാര്യമാണ് ഇമ്പാക്ഷൻ. സോ ബേസിക്കലി നമ്മൾ ഓർത്തഡോണിക് തിയറിയിൽ എന്താ പറഞ്ഞത്, ഇറ്റ് ബേസിക്കലി സ്റ്റേറ്റ് ദാറ്റ് എനി ഇംപീഡൻസ് ഓഫ് ദി ഗ്രോത്ത് ഓഫ് ദ ജോ കോസ്റ്റ് ഇമ്പാക്ഷൻ. ഫൈലോജനറ്റിക് തിയറി എന്താ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ ബോഡി അത് പിന്നെ പുറത്താക്കി കളയാണ്. അതാണ് ഫൈലോജനറ്റിക് തിയറി. പക്ഷെ മെന്റലിൻ തിയറി എന്താ പറയണത്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ് ദാറ്റ് ലീഡ്സ് ടു ഇമ്പാക്ഷൻ. അതായത് കാലാകാലമായിട്ട് നമുക്ക് ജീൻസ് പാസ് ചെയ്തിട്ടാണ്, അതായത് ഇപ്പൊ എന്റെ അമ്മയ്ക്ക് ഇമ്പാക്ഷൻ ഉണ്ടെങ്കിൽ അത് ദാറ്റ് ഇമ്പാക്ഷൻ വിൽ ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ടു മീ. സോ അതാണ് മെന്റലിൻ തിയറി സ്റ്റേറ്റ് ചെയ്യണത്. പക്ഷെ പെത്തോളജിക്കൽ തിയറി എന്താ പറയണേ, ദാറ്റ് സർട്ടൺ ഇൻഫെക്ഷൻസ്, ഓരോ ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില സമയത്ത് വരുന്ന ഇൻഫെക്ഷൻ കൊണ്ട് ആയിരിക്കും ഈ പല്ല് ഇമ്പാക്റ്റഡ് ആവുന്നതാണ് പെത്തോളജിക്കൽ തിയറി പറയുന്നത്. ആൻഡ് ദർ ഇസ് എൻഡോക്രൈനൽ തിയറി. എൻഡോക്രൈനൽ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് ലെഡ് ടു ദിസ് ഇമ്പാക്ഷൻ. അതാണ് നമുക്ക് നമ്മൾ പഠിക്കേണ്ട 5 തിയറീസ്. ദാറ്റ് ഇസ് ഓർത്തഡോണ്ടിക് തിയറി വിച്ച് ബേസിക്കലി സ്റ്റേറ്റഡ് ദാറ്റ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ നോർമൽ ഗ്രോത്ത് ഓഫ് ദ ജോ ബോൺസിനെ നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ ബാധ ക്രിയേറ്റ് ചെയ്യണ ഏതൊരു കാര്യം വിൽ ലീഡ് ടു ഇമ്പാക്ഷൻ. അതാണ് ഓർത്തഡോണ്ടിക് തിയറി. പിന്നെ ഉള്ളത് ഏതാ, ഫൈലോജനറ്റിക് തിയറി എന്താ പറയണേ, നമ്മുടെ ഡയറ്റിൽ വന്ന ഒരു ചേഞ്ച് കൊണ്ട് തന്നെ ആ തേർഡ് മോളറിന്റെ ഒന്നും യൂസ് ഇല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നേച്ചർ തന്നെ എടുത്ത് കളയാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഇമ്പാക്റ്റഡ് എന്നാണ് ഫൈലോജനറ്റിക് തിയറി പറഞ്ഞത്. പക്ഷെ മെന്റലിൻ തിയറി എന്താ പറഞ്ഞത്, ഇറ്റ് ബേസിക്കലി സ്റ്റേറ്റഡ് ദാറ്റ് മെന്റലിൻ തിയറി ബേസിക്കലി സ്റ്റേറ്റഡ് ദാറ്റ് ഈ പറഞ്ഞത് ഹെറിഡിറ്ററി ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് വിത്തിൻ ദ ഫാമിലി എന്നാണ് ഇമ്പാക്ഷൻ എന്ന് ഡിഫൈൻ ചെയ്തത് അക്കോർഡിംഗ് ടു മെന്റലിൻ തിയറി. പക്ഷെ പെത്തോളജിക്കൽ തിയറി എന്താ പറഞ്ഞത്, നമുക്ക് ചില സമയത്ത് വരുന്ന ചില ഇൻഫെക്ഷൻസ്, ക്രോണിക് ഇൻഫെക്ഷൻസ് ലെഡ് ടു ദി സ്ലോയിങ് ഓഫ് ദി ഇറപ്ഷൻ ഓഫ് ദ ടൂത്ത് വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ഇമ്പാക്ഷൻ. അതാണ് പെത്തോളജിക്കൽ തിയറി പറയുന്നത്. പക്ഷെ എൻഡോക്രൈനൽ തിയറി എന്താ പറയുന്നത്, ചില സിറ്റുവേഷൻസിൽ ഉണ്ടാവണ ഐദർ an increase or a decrease in growth factors may affect the size of the jaws, which in turn affects the space available in the arch. കാരണം ആവശ്യത്തിനുള്ള സ്പേസ് ഇല്ലെങ്കിൽ പല്ലിന് ഇറപ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല. പല്ലിന് ഇറപ്റ്റ് ചെയ്യാനുള്ള സ്ഥലം ഇല്ലെങ്കിൽ എന്താവും, പല്ല് ഇറപ്റ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് ബേസിക്കലി ഓഫ് ദ 5 തിയറീസ്. സോ ഈ 5 തിയറിയുടെ പേര് ഓർത്ത് വെക്കുക. അതിലെന്താണ് പറയണത് അത് മലയാളത്തിൽ ജസ്റ്റ് ഒരു സമ്മറി മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, തിയറീസിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഏതൊക്കെ തിയറിയാണ് അതിന്റെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക, ആ തിയറീസ് എന്തൊക്കെയാണ് പറയണേ. ഓക്കെ, ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ വെക്കുക മനസ്സിൽ. ഓക്കെ, നൗ ഈ ഒരു സീക്വൻസ് ഇല്ലേ, ഓൾവേസ് റിമെമ്പർ ദിസ്. ഓക്കെ, ചില സമയത്ത് വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺലി ഇമ്പാക്റ്റഡ് ടൂത്ത് എന്ന ചോദ്യം വരും. അപ്പൊ അതിന്റെ ഉത്തരമാണ് മാക്സിലറി തേർഡ് മോളർ. സോ യു ബേസിക്കലി ഹാവ് ടു റിമെമ്പർ ദിസ് സീക്വൻസ്, അറ്റ്ലീസ്റ്റ് 3 or 4 ഓഫ് ദിസ് സീക്വൻസ്. സോ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിന് കിട്ടിയ ഒരു റിസൾട്ട് ആണ് ഇത്. സോ അക്കോർഡിംഗ് ടു ആർച്ചർ, ദ മോസ്റ്റ് കോമൺലി ഇമ്പാക്റ്റഡ് ടൂത്ത് in the human oral cavity includes first is maxillary third molar. So maxillary third molar, mandibular third molar, maxillary bicuspid, അതായത് നമ്മുടെ ഈ പറഞ്ഞ മാതിരി പ്രീമോളർ. ഓക്കെ, maxillary premolar, mandibular premolar, mandibular canine, maxillary canine, and then maxillary central incisor, and last is the maxillary lateral incisor. And mandibular central incisor, lateral incisor ആണ് least chance of getting impacted. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആകെ 4 എണ്ണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 എണ്ണം ഓർത്ത് വെക്കുക, തുടക്കത്തിൽ 4 എണ്ണം. അതായത് maxillary third molar is the most common tooth to be impacted, followed by mandibular third molar, followed by maxillary premolar, followed by mandibular premolar, and then maxillary canine, mandibular canine and maxillary canine. ഓക്കെ, ഈ ഒരു സീക്വൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ദ ലീസ്റ്റ് ഇമ്പാക്റ്റഡ് ടൂത്ത് ഈസ് ദ സെൻട്രൽ ഇൻസൈസർ. സെൻട്രൽ ഇൻസൈസർ ആണ് ഏറ്റവും കുറവ് ഇമ്പാക്ഷൻ വരിക. അതിലും മാൻഡിബുലർ സെൻട്രൽ ഇൻസൈസർ ആണ് ഏറ്റവും കുറവ് ഇമ്പാക്ഷൻ. സോ ഏറ്റവും കൂടുതലുള്ളത് മാക്സിലറി തേർഡ് മോളർ, ഏറ്റവും കുറവുള്ളത് മാൻഡിബുലർ സെൻട്രൽ ഇൻസൈസർ. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ ക്ലിയർ വിത്ത് ദിസ്. സോ ഈ ഒരു ഫ്രീക്വൻസിയിൽ അറ്റ്ലീസ്റ്റ് തുടക്കത്തെ 4 എണ്ണം ഓർത്ത് വെക്കുക ആൻഡ് ലാസ്റ്റിലത്തെ 1 എണ്ണം ഓർത്ത് വെക്കുക. സോ ഇത് ഓക്കെ അല്ലേ? സോ ബേസിക്കലി ദിസ് ഇസ് ബേസിക്കലി ദി സീക്വൻസ് ഓഫ് ദി number of impacted tooth. Now, what is partly erupted and unerupted mandibular third molar? Okay, so partly erupted അല്ലെങ്കിൽ unerupted mandibular third molar എന്ന് പറയുമ്പോൾ അതിന് now we are going to deal with those aspect of the tooth. Now,
ഇനി പറയാൻ പോവാണ് കുറച്ച് ഈ പറഞ്ഞ മാതിരി ഇറ്റ് മേ ബി ബോറിംഗ് ഫോർ യു ഗൈസ് ബട്ട് സ്റ്റേ വിത്ത് മീ. ഞാനിത് ഭയങ്കര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി കമ്മിങ് ടു ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ കാണിക്കണ നമ്മുടെ വിന്റേഴ്സ് ക്ലാസിഫിക്കേഷൻ. സോ ഈ വിന്റേഴ്സ് ക്ലാസിഫിക്കേഷനിലെ this is very important. Okay, Winter's classification. So Winter's classification, he basically classified tooth on 3 criteria. Okay, first based on angulation of the tooth. അതായത് ഈ പല്ലു, ദിസ് ഇസ് ദി ഇമ്പാക്റ്റഡ് തേർഡ് മോളാർ. ഓക്കെ, ഈ പല്ലിന്റെ ആംഗുലേഷൻ, ഓക്കെ, ഈ പല്ലിന്റെ ആംഗുലേഷൻ വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വന്നത്. സോ ഫസ്റ്റ് ഈസ് എ വേർട്ടിക്കൽ. സോ വേർട്ടിക്കൽ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ദിസ് ഇസ് ബേസിക്കലി ദ വേർട്ടിക്കൽ ഇമ്പാക്ഷൻ. ദിസ് ഇസ് ദി മീസിയോ ആംഗുലാർ. കണ്ട, ഇതിന് നമ്മൾ ആംഗിൾ എടുത്ത് നോക്കും, ഇറ്റ് ഈസ് ബേസിക്കലി ഹാവിംഗ് എ മീസിയൽ ഇൻക്ലിനേഷൻ. അല്ലെ, ദിസ് ടൂത്ത് ഇസ് ഹാവിംഗ് എ മീസിയൽ ഇൻക്ലിനേഷൻ. So this is basically having a mesial inclination. So this is basically a mesioangular impaction. ഇത് നോക്കിയേ, കിടക്കുകയാണ്. So it is basically horizontal impaction. ഇത് നോക്കിയേ, ഇതിന്റെ ആംഗിൾ എടുത്ത് നോക്കിയേ, it is having a distal angulation. So this is basically distal angulation. So first classification or first criteria in Winter's classification ഏതാണ്? It is basically angulation of the tooth, angulation of the impacted tooth. According to the angulation, he had classified tooth into vertical impaction. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇമ്പാക്ട് ആയി കിടക്കണം, അതാണ് വെർട്ടിക്കൽ ഇമ്പാക്ഷൻ. മീസിയോ ആംഗുലർ വിച്ച് ഇസ് ടിൽറ്റഡ് മീസിയലി. സോ മീസിയോ ആംഗുലർ ഇമ്പാക്ഷൻ ഫോളോഡ് ബൈ ഹൊറിസോണ്ടൽ. മീസിയോ ആംഗുലറിനാട്ടും കൂടുതൽ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബേസിക്കലി ഹൊറിസോണ്ടൽ, അതായത് കിടക്കുകയാണ് പല്ല്, ഹൊറിസോണ്ടൽ. ആൻഡ് ദെൻ വി ഹാവ് ദി ഡിസ്റ്റോ ആംഗുലർ ഇമ്പാക്ഷൻ വിച്ച് ഇസ് ടിൽറ്റഡ് ഡിസ്റ്റലി. This is based, so these 4 are the classification based on the angulation of the impacted tooth. അതില് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇമ്പാക്റ്റഡ് direction ഏതാണ്? That is a mesioangular impacted. So remember this, that is mesioangular impaction is the most common impaction of the molar. Okay, mesioangular. So ചിലപ്പോൾ നിങ്ങൾക്ക് which is the most common direction of the impacted tooth? Okay, impacted third molar. അപ്പോൾ നിങ്ങൾ എന്താ പറയാ? It is basically mesioangular impaction followed by vertical, horizontal, followed by distoangular, and least is the horizontal. Okay, so ഏറ്റവും കോമൺ ഏതാണ്? mesioangular followed by vertical, and ഏറ്റവും ലീസ്റ്റ് കോമൺ ഏതാണ്? ഹൊറിസോണ്ടൽ, ഇങ്ങനെ കിടക്കുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് എ ക്ലിയർ ഐഡിയ. എങ്ങാനും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പിക്ചർ. സോ ഇത് കണ്ട, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇമ്പാക്ട് ആയി കിടക്കുന്നത്. ദാറ്റ് ഇസ് ബേസിക്കലി വെർട്ടിക്കൽ ഇമ്പാക്ഷൻ. ഇത് കണ്ട, ഒരു മീസൽ ഇൻക്ലിനേഷൻ വഴിയാണ് കിടക്കുന്നത്. സോ ദാറ്റ് ഇസ് ബേസിക്കലി ഒരു ഈ പറഞ്ഞ മാതിരി മീസോ ആംഗുലർ ഇമ്പാക്ഷൻ. ദിസ് ഇസ് ബേസിക്കലി ദി ഹൊറിസോണ്ടൽ ഇമ്പാക്ഷൻ and this is the distal impaction. Okay, this is basically the distal impaction. So I hope you guys are clear with the angulation part of the Winter's classification. Okay, now we are going to the second criteria of Winter's classification. And അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏതൊരു ആംഗുലേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ബക്കലാവാം, ലിംഗ്വൽ ആവാം, അല്ലെങ്കിൽ ടോട്ടലി തിരിഞ്ഞു കിടക്കണ പല്ലാവാം. ഓക്കെ, ഇത് ആംഗുലേഷൻ അല്ല, അതായത് ഇത് ബക്കലി ടിൽറ്റഡ് ആവാം, ലിംഗ്വലി ടിൽറ്റഡ് ആവാം, ആൻഡ് ഇൻവേർട്ടഡ് ആവാം. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ദിസ് ഇസ് നോട്ട് ദ ക്രൈറ്റീരിയ. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് ഫസ്റ്റ് ക്രൈറ്റീരിയ ആംഗുലേഷൻ. ആംഗുലേഷനിൽ തന്നെ ഓരോ പല്ല് ഈ പറഞ്ഞ മാതിരി ബക്കലി ടിൽറ്റഡ് ആവാം, ലിംഗ്വലി ടിൽറ്റഡ് ആവാം, ഇൻവേർട്ടഡ് ആവാം. ഓക്കെ, ഓർ ടോർസോ വേർഷൻ. നൗ വിന്റർ അഗെയിൻ യൂസ്ഡ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ he also added a subclass. Okay, subclassൽ ഈ പറഞ്ഞാൽ തേർഡ് മോളാർസ് വിത്ത് നെഗറ്റീവ് ആംഗിൾസ്, അതായത് 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആർ കൺസിഡർ ടു ബി ഇൻവേർട്ടഡ്. അതായത് ഒരു പല്ലിന്റെ ക്രൗൺ ഇതാണ്, റൂട്ട് ഇതാണ് വെച്ചാൽ അത് ഫുള്ള് തിരിഞ്ഞ് ക്രൗണ് താഴെയും റൂട്ട് മേളിലേക്കായി കിടക്കുന്ന പല്ലിനാണ് ഇൻവേർട്ടഡ് എന്ന് പറയുക. ഹൊറിസോണ്ടൽ, മീസോ ആംഗുലർ, വെർട്ടിക്കൽ ആൻഡ് ഡിസ്റ്റോ ആംഗുലർ, ദ സെയിം ദാറ്റ് വി ഡിസ്കസ് ഇൻ ദി പ്രീവിയസ് ഇത്. ഓക്കെ, നൗ അതാണ് വിന്റേഴ്സ് ക്ലാസിഫിക്കേഷൻ. സോ വിന്റേഴ്സ് ക്ലാസിഫിക്കേഷനിൽ യു ബേസിക്കലി ഹാവ് ടു റിമെമ്പർ അബൌട്ട് ദി ആംഗുലേഷൻ ആസ്പെക്ട്. ഓക്കെ, മീസോ ആംഗുലർ എന്താണ്, ഡിസ്റ്റോ ആംഗുലർ എന്താണ്, ഹൊറിസോണ്ടൽ എന്താണ്, വെർട്ടിക്കൽ എന്താണ്. അതിൽ ഏറ്റവും കോമൺ ഏതാണ്? മീസോ ആംഗുലർ. നെക്സ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ് പെൽ ആൻഡ് ഗ്രെഗറീസ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ റിഫർഡ് ടു ആസ് എ മോഡിഫിക്കേഷൻ ഓഫ് വിന്റേഴ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. പക്ഷേ റിമെമ്പർ ദിസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി പെൽ ആൻഡ് ഗ്രെഗറീസ് നെയിം. സോ പെൽ ആൻഡ് ഗ്രെഗറീസ് ക്ലാസിഫിക്കേഷനിൽ വെച്ചിട്ട് ഹി ബേസിക്കലി യൂസ് ദി 3 ക്രൈറ്റീരിയാസ്. സോ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ദിസ് സ്പേസ്. ഓക്കെ, ദിസ് ഇസ് ദി ആന്റീരിയർ ബോർഡർ ഓഫ് ദി മാൻഡിബുലർ റാമസ്. അല്ലെ, ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ മാതിരി സെക്കൻഡ് മോളാറിന്റെ ഡിസ്റ്റൽ ആസ്പെക്ട്. സോ ഇവിടുന്ന് വരുന്ന ഈ ഒരു സ്പേസ് ഇത് വെച്ചിട്ടാണ് ഹി യൂസ്ഡ് ദി ഫസ്റ്റ് ക്ലാസ്. സോ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ വെൻ ദർ ഇസ് ഇനഫ് സ്പേസ്. ഇപ്പൊ ഇത് കണ്ട, ഇവിടുന്ന് നമുക്ക് പല്ല് എടുക്കാൻ വേണ്ടി ദർ ഇസ് enough space between the anterior border of the ramus and the distal portion of the second molar. Okay, so this space, ഈ സ്പേസ് വെച്ചിട്ടാണ് he had classified.
ഏത് പെല്ലൻ ഗ്രഗറിയിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ദ സ്പേസ് ബിറ്റ്വീൻ ദി ആന്റിയർ ബോർഡർ ഓഫ് ദ റാമസ് ആൻഡ് ദി ഡിസ്റ്റൽ സർഫസ് ഓഫ് സെക്കൻഡ് മോളാർ. സോ ക്ലാസ് 1 എന്ന് പറയുമ്പോൾ ഇനഫ് സ്പേസ്, അതായത് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ആ ഒരു ഡിസ്റ്റൻസിൽ ദർ ഇസ് ഇനഫ് സ്പേസ് ടു അക്കോമഡേറ്റ് ദി ഇറപ്ഷൻ ഓഫ് ദ മാൻഡിബുലർ തേർഡ് മോളാർ. അതായത് സ്പേസ് എടുക്കേറ്റ് ഉണ്ട്, എന്നാലും ആ പല്ല് ഇറപ്റ്റ് ആയിട്ടില്ല. ദാറ്റ് ഈസ് ബേസിക്കലി ക്ലാസ് എ. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ എന്താ, ഈ പറഞ്ഞ മാതിരി പാർഷ്യൽ ലാക്ക് ഓഫ് സ്പേസ്, അതായത് സ്പേസ് ഇല്ല എന്നില്ല, പക്ഷെ ആവശ്യത്തിനുള്ളില്ല. ഇവിടെ കണ്ടോ, ഇതിനെക്കാട്ടും സ്പേസ് കുറവാണ്, ക്ലാസ് എനെക്കാട്ടും കുറവാണ്, എന്നാലോ ക്ലാസ് 3യുടെ അത്ര ഇല്ലേനും. ഓക്കെ, സോ ക്ലാസ് വണ്ണിന്റെയും ക്ലാസ് 3ന്റെ ഇടയ്ക്കുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ ക്ലാസ് 2 എന്ന് പറയുമ്പോൾ. അതായത് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പേസ് ഉണ്ടേനും, സ്പേസ് ഇല്ല എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലേനും. സോ ദർ ഇസ് നോട്ട് എഡിക്വേറ്റ് സ്പേസ്. ക്ലാസ് 1 പറയുമ്പോൾ എന്താ, ദർ ഇസ് എഡിക്വേറ്റ് സ്പേസ്. ക്ലാസ് 2 ദർ ഇസ് നോട്ട് എഡിക്വേറ്റ് സ്പേസ്. സോ ദർ ഇസ് ബേസിക്കലി ക്ലാസ് 2 ഈ ഒരു ആന്റിയർ ബോർഡർ ഓഫ് റാമസും ഈ ഒരു സെക്കൻഡ് മോളാറിന്റെ ഡിസ്റ്റൽ സർഫസിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷെ ആവശ്യത്തിനുള്ള സ്പേസ് ഇല്ല. പക്ഷേ ക്ലാസ് 3 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ലാക്ക് ഓഫ് സ്പേസ്. ഇതിൽ കണ്ട ആന്റിയർ ബോർഡർ ഓഫ് റാമസ്, ഇത് സെക്കൻഡ് മോളർ, ഇവിടെ സ്പേസേ ഇല്ല. സോ കംപ്ലീറ്റ് ലാക്ക് ഓഫ് സ്പേസ് കംസ് അണ്ടർ ദി ക്ലാസ് 3. ക്ലാസ് 1 എന്ന് പറയുമ്പോൾ ഇനഫ് എമൗണ്ട് ഓഫ് സ്പേസ് ഇസ് ദയർ. ക്ലാസ് 2 എന്ന് പറയുമ്പോൾ സ്പേസ് ഇസ് ദയർ ബട്ട് നോട്ട് എഡിക്വേറ്റ്. ക്ലാസ് 3 എന്ന് പറയുമ്പോൾ സ്പേസേ ഇല്ല. ഓക്കെ, സോ 1 എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്, 2 എന്ന് പറയുമ്പോൾ ആവശ്യത്തിനുള്ള സ്പേസ് ഇല്ല, ക്ലാസ് 3 എന്ന് പറയുമ്പോൾ ഒരു സ്പേസും ഇല്ല. ഓക്കെ, ഓർ ടോട്ടൽ കംപ്ലീറ്റ് ലാക്ക് ഓഫ് സ്പേസ്. ദാറ്റ് ഈസ് ബേസിക്കലി ദി classification of Pell and Gregory based on the first criteria, that is basically the space between the anteroposterior space between the mandibular ramus and the distal surface of the second molar. So I hope that's clear. That is the first criteria. The second criteria and the relative depth of the third molar in the mold. First criteria and the space between the anterior border of the ramus and the distal surface of second molar. E kadakana space adu vechitana first aale classify cheyida. Rendamthe criteria he used is basically എത്രത്തോളം ഡെപ്തിലാണ് ഈ തേർഡ് മോളർ ഇമ്പാക്ട് ആയി കിടക്കണേ. Okay, that is basically the second criteria. So basically ഇത് നോക്കിയ ആ ഡെപ്ത് എന്ന് പറയുമ്പോൾ we basically classify based on the സെക്കൻഡ് മോളാർ. ഓക്കെ, സെക്കൻഡ് മോളാറിന്റെ ഇത് ഒക്ലൂസൽ സർഫസ്, ഇത് സെർവൈക്കൽ ഏരിയ. ഓക്കെ, ഈ രണ്ടിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ആള് ക്ലാസിഫൈ ചെയ്തത്. സോ ദിസ് ഇസ് ബേസിക്കലി ദി ഒക്ലൂസൽ ടേബിൾ, ദിസ് ഈസ് ദി സെർവൈക്കൽ ഏരിയ, ആൻഡ് ഈ ഒരു സ്പേസിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് ആള് ഈ ഒരു ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞത്. സോ പൊസിഷൻ എ എന്ന് പറയുമ്പോൾ ദി ഇമ്പാക്റ്റഡ് ടൂത്തിന്റെ ഹയസ്റ്റ്, ഈ പറഞ്ഞ ഹയസ്റ്റ് പോർഷൻ ഓഫ് ടൂത്ത് ഈസ് ബിറ്റ്വീൻ ദി or is at the same level of the second molar. അതാണ് ക്ലാസ് എ. സോ പൊസിഷൻ എ എന്ന് പറയുമ്പോൾ ഈ ഇമ്പാക്റ്റഡ് ടൂത്തും ഈ സെക്കൻഡ് മോളാറും ഏകദേശം ഒരേ ലെവലിലാണ് നിൽക്കണേ. ഓർ ദി ഹയസ്റ്റ് പോർഷൻ ഓഫ് ദിസ് ടൂത്ത് ഈസ് അറ്റ് ദി സെയിം ലെവൽ ആസ് ദാറ്റ് ഓഫ് ദി ഒക്ലൂസൽ ലൈൻ. ഒക്ലൂസൽ ലൈനിന്റെ സെയിം ലെവലിലായിരിക്കും ഈ ഒരു പല്ലിന്റെ ഹയസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ കസ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അറ്റ് ദി സെയിം ലൈൻ ആസ് ദാറ്റ് ഓഫ് ദി തേർഡ് മോളാർ. Okay, so sorry, as that of the second molar. So that is basically position A. But the position B എന്ന് പറയുമ്പോൾ എന്താ, this highest portion of the tooth, അതായത് cusp of the third molar or cusp of impacted tooth is below the occlusal line but above the cervical line. Okay, അതായത് ഒക്ലൂസൽ ലൈനിന്റെ താഴെയാണ്, എന്നാലോ സർവൈക്കൽ ലൈനിന്റെ മേളിലാണ്. ക്ലാസ് പൊസിഷൻ എ എന്ന് പറയുമ്പോൾ എന്താ, ഒക്ലൂസൽ ലൈൻ, ഈ സെക്കൻഡ് മോളാറിന്റെ ഒക്ലൂസൽ ലൈനും തേർഡ് മോളാറിന്റെ അല്ലെങ്കിൽ ഇമ്പാക്റ്റഡ് ടൂത്തിന്റെ ഒക്ലൂസൽ ലൈൻ സെയിം ടു സെയിം ആയിരുന്നു. പക്ഷെ പൊസിഷൻ ബി എന്ന് പറയുമ്പോൾ എന്താ, ഈ സെക്കൻഡ് മോളാറിന്റെ ഒക്ലൂസൽ ലൈനിനെക്കാട്ടും താഴെയാണ് ഈ ഇമ്പാക്റ്റഡ് ടൂത്തിന്റെ ഒക്ലൂസൽ ലൈൻ, പക്ഷേ സർവൈക്കൽ ലൈനിനെക്കാട്ടും മേളിലാണ്. ദാറ്റ് ഈസ് ബേസിക്കലി, ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എളുപ്പമായിട്ട് മനസ്സിലാക്കും. സോ ഇതിൽ നോക്കിയാൽ ഇതിന്റെ ഒക്ലൂസൽ ലൈനിനെക്കാട്ടും താഴെയാണ്, പക്ഷെ എന്നാലോ സർവൈക്കൽ ലൈനിനെക്കാട്ടും മേളിലാണ്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ദി പൊസിഷൻ ബി. എന്നാലോ പൊസിഷൻ സി ആണെങ്കിലോ ദി ഹയസ്റ്റ് portion of the impacted tooth അഥവാ cusp of the impacted tooth is below the cervical line. Okay, ഇതിൽ കണ്ടോ, is below the cervical line. So class position A എന്ന് പറയുമ്പോൾ it is at the same occlusal level of the second molar. Okay, position B എന്ന് പറയുമ്പോൾ it is below the occlusal, the occlusal or the highest portion of the impacted tooth or cusp of the impacted tooth is below the occlusal level of the tooth but above the cervical level. പക്ഷേ പൊസിഷൻ സി എന്ന് പറയുമ്പോൾ എന്താ, it is the highest portion of the tooth is even below the cervical level of the tooth. Okay, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സെയിം ലെവലില്, പൊസിഷൻ ബി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒക്ലൂസൽ ലെവലിനായിട്ടും താഴെ, എന്നാലോ സർവൈക്കൽ ലെവലിനായിട്ടും മേളില്. പൊസിഷൻ സി എന്ന് പറഞ്ഞാലോ ഇതിന്റെ രണ്ടിന്റെ താഴെ, ഇറ്റ് ഇസ് ഈവൻ ബിലോ ദി സർവൈക്കൽ ലൈൻ. ഓക്കെ, ഇതിൽ കണ്ട സർവൈക്കൽ ലൈനായിട്ടും താഴെയാണ്. സോ ദാറ്റ് ഇസ് ബേസിക്കലി അബൌട്ട് ദി പൊസിഷൻ എ, പൊസിഷൻ ബി, പൊസിഷൻ സി. And that is the second criteria used by Pell and Gregory to classify the impacted tooth. First criteria എന്തായിരുന്നു, the space between the anteroposterior
ബോർഡർ ഓഫ് ദ റാമസും ഈ പറഞ്ഞ മാതിരി നമ്മുടെ സെക്കൻഡ് മോളാറും. ഞാൻ വീണ്ടും വീണ്ടും പറയണ എന്താണ്, ഞാൻ രണ്ടാമത്തെ വട്ടം പറയുമ്പോൾ യു ഷുഡ് ബി ഏബിൾ ടു റീകളക്ട് വിത്ത് മീ. അതുകൊണ്ടാണ്, സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഫിറ്റഡ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, അത് വെച്ചിട്ട് എന്താണ് ക്ലാസിഫൈ ചെയ്തത്? ഈ ബേസിക്കലി ക്ലാസിഫൈഡ് ക്ലാസ് 1, അതായത് ആവശ്യത്തിനേറെ സ്പേസ് ഉണ്ട്. ക്ലാസ് 2 സ്പേസ് ഉണ്ട് എന്നാലും ആവശ്യത്തിനുള്ള സ്പേസ് ഇല്ല. ക്ലാസ് 3 സ്പേസേ ഇല്ല. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? ഇറ്റ് ഇസ് ബേസിക്കലി ഡെപ്ത് ഓഫ് ദി ഇമ്പാക്ഷൻ. അത് വെച്ചിട്ട് ക്ലാസ് അല്ല പൊസിഷൻ എ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അറ്റ് ദി സെയിം ലെവൽ ഓഫ് ദി സെക്കൻഡ് മോളാർ. ഓക്കെ, ദി ഹയസ്റ്റ് പോർഷൻ ഓഫ് ദി തേർഡ് മോളാർ ഈസ് അറ്റ് ദി സെയിം level of the occlusal line of the second molar. Position B എന്ന് പറയുമ്പോൾ it is below the highest portion of the impacted tooth is below the occlusal level but above the cervical level. എന്നാലോ പൊസിഷൻ സി എന്ന് പറഞ്ഞാലോ the highest portion of the tooth is below the cervical line. I hope that's clear. So that is about the second criteria. ഇനി ഒരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്, ദാറ്റ് ഇസ് ബേസിക്കലി ദി ഈ പറഞ്ഞ മാതിരി മീഡിയൽ ലാറ്ററൽ medial and lateral and the position of the third molar in relation to second molar or to the lingual aspect. അതായത് ഈ പറഞ്ഞ മാതിരി പൊസിഷൻ വെച്ചിട്ടാണ്. ഓക്കെ, and according to nature of the overlying tissue as soft tissue impaction, partially bony and fully bony impaction. Okay, so that is the അതായത് ഈ പല്ലിന്റെ മേളിൽ, സോ ഇത് നോക്കിയേ, സോ ദിസ് ഇസ് ബേസിക്കലി എ സോഫ്റ്റ് ടിഷ്യൂ ഇമ്പാക്ഷൻ. ഇവിടെ സോഫ്റ്റ് ടിഷ്യൂ മാത്രമാണ് ഈ പല്ലിന്റെ മേളിലുള്ളത്, സോ ദാറ്റ് ഇസ് എ സോഫ്റ്റ് ടിഷ്യൂ ഇമ്പാക്ഷൻ. പക്ഷെ ഇവിടെ നോക്കിയേ, കുറച്ച് ഭാഗത്ത് ഈ പറഞ്ഞ കുറച്ച് ഭാഗത്ത് സോഫ്റ്റ് ടിഷ്യൂ, ഈ ഒരു ഭാഗത്ത് ബോൺ ആണ് ഉള്ളത്, എന്നാലോ ഈ ഒരു ഭാഗത്ത് സോഫ്റ്റ് ടിഷ്യൂ ആണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി പാർഷ്യലി ബോണി ഇമ്പാക്ഷൻ. ഫുള്ളി ബോണി ഇമ്പാക്ഷൻ നോക്കിയാൽ ഫുള്ള് പല്ലിന്റെ മേളിൽ ബോൺ ആണ് കിടക്കുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദി സോഫ്റ്റ് ടിഷ്യൂ ഓവർലൈൻ ദി ടൂത്ത്. അതായത് ഒന്നില്ലെങ്കിൽ ഫുൾ സോഫ്റ്റ് ടിഷ്യൂ ആവാം, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂ ബോണും ആവാം, അല്ലെങ്കിൽ ഫുൾ ബോൺ ആവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക്കലി ഹൗ യു ക്ലാസിഫൈ according to Pell and Gregory. Okay, and superior and inferior position of the third molar. Okay, ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, നമ്മുടെ പൊസിഷൻ ഓഫ് ദ മോളർ ഇൻ ഡെപ്ത് ഓഫ് ദ സ്കെൽട്ടൺ ഓഫ് ദ മാൻഡിബിൾ ആൻഡ് മാക്സില ഇൻ റിലേഷൻ ടു സെക്കൻഡ് മോളർ. സോ ക്രൗൺ ടു ക്രൗൺ റിലേഷൻഷിപ്പ്, ക്രൗൺ ടു സെർവെക്സ് റിലേഷൻഷിപ്പ്, ക്രൗൺ ടു റൂട്ട് റിലേഷൻഷിപ്പ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് ഓർത്തേക്കാം. മറ്റേ പൊസിഷൻ എ, പൊസിഷൻ ബി, പൊസിഷൻ സിയും ക്ലാസ് എ, ക്ലാസ് 1, 2, 3 അത് ഓർത്ത് വെക്കുക. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ മാതിരി ബാക്കി ഒരു ഈ പറഞ്ഞ മാതിരി ദ നേച്ചർ ഓഫ് ദി ഓവർലൈൻ ടിഷ്യൂ അതും കൂടി ഓർത്ത് വെക്കാം. ഓക്കെ, now this is basically the Killie and the classification. So it is based on the angulation and position similar to Winter's classification. So Winter എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ആസ് mesoangular, vertical, horizontal and distoangular. അതേമാതിരിയാണ് കില്ലിയും ക്ലാസിഫൈ ചെയ്തത്, ബസ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദി ഇറപ്ഷൻ. ഓക്കെ, എത്രത്തോളം പല്ല് ഇറപ്റ്റ് ആയിട്ടുണ്ട് അത് വെച്ചിട്ട് ഹിയർ ക്ലാസിഫൈഡ് ഇൻ ടു കംപ്ലീറ്റ്ലി ഇറപ്റ്റഡ്, അതായത് ഫുൾ ആയിട്ട് പല്ല് ഇറപ്റ്റ് ആയിട്ടുണ്ട്, പാർഷ്യലി ഇറപ്റ്റഡ്, അതായത് പകുതി ഇറപ്റ്റ് ആയിട്ടുള്ളൂ, അൺഇറപ്റ്റഡ് തീരെ ഇറപ്റ്റ് ആയിട്ടില്ല. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദ ഇറപ്ഷൻ ആൻഡ് ബേസ്ഡ് ഓൺ റൂട്ട്സ്. നമ്പർ ഓഫ് റൂട്ട്സ് വെച്ചിട്ട് ഹിയർ ക്ലാസിഫൈഡ് ഇൻ ടു ഫ്യൂസ്ഡ്, അതായത് എല്ലാം കൂടി ഫ്യൂസ് ആയിട്ട് ഒറ്റ റൂട്ട്, 2 റൂട്ട് ഓർ മൾട്ടിപ്പിൾ റൂട്ട്. ആൻഡ് ബേസ്ഡ് ഓൺ ദ റൂട്ട് പാറ്റേൺ, സർജിക്കലി ഫേവറബിൾ ആൻഡ് സർജിക്കലി അൺഫേവറബിൾ. സർജിക്കൽ ഫേവറബിൾ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന റൂട്ടും, സർജിക്കലി അൺഫേവറബിൾ എന്ന് പറയുമ്പോൾ വളഞ്ഞും തിരിഞ്ഞും കിടക്കുന്ന റൂട്ട്സ്. സോ ബേസിക്കലി ഇതാണ് നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ, ഈ കില്ലിയുടെ ക്ലാസിഫിക്കേഷൻ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ആസ് കൺസേൺഡ് as your exam, but it may be asked during your interview. പക്ഷെ Pell and Gregory Winter's classification ഓർത്ത് വെക്കുക. Okay, now coming to the second important thing, ഈ ഒരു സ്ലൈഡിലത്തെ കാര്യം നല്ലപോലെ ഓർത്ത് വെക്കുക. സോ why or what is the indication of extraction of a third molar? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു തേർഡ് മോളർ പല്ലിനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരുന്നത്? or what is the indication, or why should we remove an impacted third molar? So basically Peterson. So Peterson advocated, or Peterson പറഞ്ഞു ki what, so this statement is very important. Okay, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദ്യം ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ki what is the ideal time for removal of impacted third molar? അതായത് ഏത് സമയത്താണ് നമ്മൾ ഐഡിയലി ഒരു ഇമ്പാക്റ്റഡ് തേർഡ് മോളാറിനെ എടുത്തു കളയേണ്ടത്? സോ ദ ഐഡിയൽ ടൈം ഫോർ ദ റിമൂവൽ ഓഫ് ഇമ്പാക്റ്റഡ് തേർഡ് മോളാർ ഈസ് ആഫ്റ്റർ ദ റൂട്ട്സ് ഓഫ് ദ ടീത്ത് ആർ 1/3 ഫോംഡ് ബിഫോർ ദേ ആർ 2/3 ഫോംഡ്. അതായത് between the time when the roots of the tooth are 1/3 formed, എന്നാലോ 2/3 ഫോം ആയിട്ടും ഇല്ല. That is basically the time that is ideal for the extraction of an impacted tooth. അതായത് നിങ്ങൾക്ക് അപ്പൊ 4 ഓപ്ഷനിൽ ഇങ്ങനായിരിക്കും. The time between the root has completed 2/3 but not all of the root completion, time between 1/3 and 2/3, time before 1/3. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ എന്താണ്? Time between the 1/3 of the root is formed but not 2/3. അതായത് 1/3 of root ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാലോ 2/3 of the root ഫോം ചെയ്യണം മുന്നേ
It is the ideal time, and that specific period wherein the root of the tooth has 1/3 formed but not 2/3 formed, that specific time is the ideal time for the extraction of an impacted tooth. Okay, so what are the indications of extraction of a tooth according to Peterson? So indication ഏതൊക്കെയാണ്? പെരിഡോണ്ടൽ ഡിസീസ്, മോണരോഗം. ഓക്കെ, അതുകൊണ്ടൊക്കെ നമുക്ക് പല്ല് ഈ impacted tooth can be removed if that specific tooth is the reason for periodontal disease. Dental caries, ചിലപ്പോൾ impacted tooth there may be dental caries, so that also can be ഈ പറഞ്ഞ a pathological reason for removing a tooth. Okay, pericoronitis എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ. Consider this as your tooth. Okay, molar tooth this is basically your grooves, and this is basically impacted third molar. ഇതിന്റെ ചുറ്റും there is basically a soft tissue അല്ലേ? And when this soft tissue is inflamed, okay, when this soft tissue is inflamed, it is basically referred to as pericoronitis. അതുകൊണ്ടാണ് പറഞ്ഞത് പെരി എന്ന് പറയുമ്പോൾ something that is surrounding, coron അതായത് crown. So ക്രൗണിന്റെ ചുറ്റും കിടക്കുന്ന ടിഷ്യൂസ് ഇറ്റ് ഗെറ്റ്സ് ഇൻഫ്ലെയിംഡ് ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് വെരി പെയിൻഫുൾ. ഓക്കെ, ചില സമയത്ത് ഈ പറഞ്ഞ മോസ്റ്റ് കോമൺലി ഇൻ ദി മാൻഡിബുലർ സെക്ഷനിൽ ഇമ്പാക്റ്റഡ് തേർഡ് മോളറിന് ചുറ്റും വരുന്ന കണ്ടീഷനാണ് ഈ പെരികോറോണൈറ്റിസ്. ആൻഡ് ഈ പറഞ്ഞ മാതിരി ദാറ്റ് ഓൾസോ ക്യാൻ ബി എ റീസൺ ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് എ ഇമ്പാക്റ്റഡ് ടൂത്ത്. സോ പെരികോറോണൈറ്റിസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റഡ് ടൂത്തിന്റെ റൂട്ട് റിസോപ്ഷൻ, or if the impacted tooth is in relation to some odontogenic cysts like dentarious cyst ആയി, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റാഡിക്കുലർ സിസ്റ്റ്, ഓഡോntogenic കെരatoസിസ്റ്റ്. ബട്ട് ദി മോസ്റ്റ് കോമൺ സിസ്റ്റ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമ്പാക്റ്റഡ് ടൂത്ത് ഏതാണ്? ഡെന്റേരിയസ് സിസ്റ്റ്. ഓക്കെ, സോ അത് ഞാൻ ഇവിടെ എഴുതി തരാം. സോ ദി മോസ്റ്റ് കോമൺ സിസ്റ്റ് വിത്ത് impacted tooth is dentigerous cyst. ഓക്കെ, സോ അത് ഓർത്ത് വെക്കാം. പിന്നെ പെയിൻ ഓഫ് എൻ അൺഎക്സ്പ്ലെയിൻഡ് ഒറിജിൻ. ഓക്കെ, ചില സമയത്ത് പേഷ്യന്റിന് എവിടെ നിന്നാണ് പെയിന് വരണേന്ന് അല്ലെങ്കിൽ പെയിന് വരാനുള്ള കാരണത്തൊക്കെ നമുക്ക് വായിലെ ക്ലിനിക്കലി നമുക്ക് കാണാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി ക്യൂർഡ് ബൈ എക്സ്ട്രാക്ഷൻ ഓഫ് ദാറ്റ് നമ്മുടെ മാൻഡിബുലർ മോളർ. ഓക്കെ, ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, കാരണം ആ പല്ല് എടുത്ത് കളയുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടും. സോ ദാറ്റ് ഓൾസോ ക്യാൻ ബി എ റീസൺ ഫോർ എക്സ്ട്രാക്ഷൻ ഓഫ് impacted tooth. So what is the ideal time of extraction of impacted tooth according to Peterson? It is basically the time when the 1/3 of the root is formed but not 2/3. 1/3 of the root is formed but not 2/3. What are the indications? Periodontal disease, dental caries, pericoronitis, root resorption, odontogenic cyst, pain of unexplained origin, fracture of mandible, and to facilitate orthodontic treatment. Okay, ചില സമയത്ത് fracture of mandible എന്താ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ, so consider this as your mandibular ramus. Okay, this as your mandibular ramus, and ഇവിടെ ഒരു ഇമ്പാക്റ്റഡ് തേർഡ് മോളാർ ഉണ്ട്. നമ്മുടെ ഫ്രാക്ചർ ലൈൻ ആണെങ്കിലോ ഈ മാൻഡിബുലർ ഫ്രാക്ചർ ആയിട്ട് ഈ ഇമ്പാക്റ്റഡ് തേർഡ് മോളറിന്റെ അവിടെ നിന്നാണ് പോയിരിക്കുന്നത്. സോ നമുക്ക് ഇത് വീണ്ടും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഉള്ളിൽ കിടക്കുന്ന പല്ലിനെ എടുത്ത് കളയണം, എന്നാലേ ഈ ഫ്രാക്ചർ ലൈനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനത്തെ കണ്ടീഷനിലും വി ഷുഡ് ബി ഏബിൾ ടു റിമൂവ് ദി tooth. Okay, impacted tooth. So these are basically the indications. Okay, indications just ഒരു ഐഡിയ വെച്ചിരിക്കുക, എന്നാലും ഐഡിയൽ ടൈമിനെ കുറിച്ച് നല്ലൊരു ജസ്റ്റ് ഒരു ധാരണ വെച്ചിരിക്കുക. സോ ഇറ്റ് ഈസ് ബേസിക്കലി ടൈം ബിറ്റ്വീൻ 1/3 of the root is formed but not 2/3. Now, coming to the anatomical landmarks that may be encountered while extraction of a unerupted tooth or extraction of a impacted tooth. Okay, that includes first of all mandible. Okay, mandible is one of the anatomic landmark. അപ്പോൾ mandible ഈ പറഞ്ഞാൽ നമുക്ക് യൂഷ്വലി ദി ഇമ്പാക്റ്റഡ് ടൂത്ത് ഇസ് ഇൻ ദിസ് ഏരിയ അല്ലെ, ഈ ഒരു ലാസ്റ്റിലത്തെ ഏരിയയിലാണ് നമുക്ക് ഈ മാൻഡിബുലർ ഇമ്പാക്റ്റഡ് തേർഡ് മോളാർസ് യൂഷ്വലി ഉണ്ടാവുക. ദിസ് ഇസ് ബേസിക്കലി ക്രോസ് സെക്ഷൻ ഷോയിങ് ദി തിൻ ലിംഗ്വൽ പ്ലേറ്റ് ആൻഡ് ദി വെരി തിക് ബക്കൽ പ്ലേറ്റ്. കണ്ട, ബക്കൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീക്ക് സൈഡിൽ ഫേസ് ചെയ്യണ ബോണും ലിംഗ്വൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടങ് സൈഡിലേക്ക് ഫേസ് ചെയ്യണ ബോണും. സോ ഇതിൽ ഏറ്റവും കൂടുതൽ തിക്നെസ് എവിടെ വരണേ? ബക്കൽ പ്ലേറ്റ് ആണ്. ഏറ്റവും കുറവ് തിക്നെസ് എവിടെ വരണേ? ലിംഗ്വൽ പ്ലേറ്റ്. ആൻഡ് ദിസ് സ്പെസിഫിക് അനാറ്റമിക്കൽ ഡിഫറൻസ് ഈസ് ബേസിക്കലി ലെവറേജ്ഡ് while extracting such impacted tooth. കാരണം this thin lingual plate is very easily broken. So in order to remove, okay, in order to extract this impacted tooth, we always remove by fracturing or by breaking this very thin lingual bone. കാരണം ഇത്രയും കട്ടിയുള്ള ബക്കൽ ബോൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. പക്ഷേ ഈ വെരി തിൻ ലിംഗ്വൽ ബോൺ വെച്ചിട്ടാണ് ഈ പറഞ്ഞ മാതിരി നമ്മളെ എക്സ്ട്രാക്ഷൻ ഓഫ് ദിസ് ഇമ്പാക്റ്റഡ് ടൂത്ത് നമ്മൾ എടുക്കുക. സോ ദാറ്റ് അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കണേ. സോ
In many instances, the lingual bone consists of a thin cortical plate less than 1 millimeter. ഇപ്പൊ നിങ്ങൾക്ക് പടം കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ലിംഗ്വൽ ബോൺ നോക്കി എത്ര തിന്നാണ്, പക്ഷെ ബക്കൽ ബോൺ നോക്കി നല്ല തിക്നെസ് ഉള്ള ബോൺ അല്ലേ. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ എക്സ്ട്രാക്ഷൻ കേസസ് വി ബേസിക്കലി റിമൂവ് ദ ടൂത്ത് ബൈ റിമൂവിങ് ദിസ് വെരി തിൻ ലിംഗ്വൽ പ്ലേറ്റ്. കാരണം ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ടു റിമൂവ് ദാൻ വിത്ത് ദിസ് മച്ച് ഓഫ് ബോൺ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ദി ബക്കൽ പ്ലേറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക്കലി നമ്മുടെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ മാൻഡിബിളിൽ വരുന്ന ഒരു അനാറ്റമിക്കൽ ഡിഫറൻസ്. ഓക്കെ, ഇൻഫീരിയർ അൽവോളാർ നെർവ് വെസൽസ്. സോ ബേസിക്കലി ഇൻഫീരിയർ അൽവോളാർ നെർവ് വെസൽസ് നിങ്ങൾ എന്താ ഓർത്ത് വെക്കേണ്ടത്? സി ദിസ് ഇസ് ബേസിക്കലി ഇമ്പാക്റ്റഡ് ടൂത്ത്. സോ ഈ നമുക്കറിയാം ഈ മാൻഡിബുലർ നമ്മുടെ ഇൻഫീരിയർ അൽവോളാർ മാൻഡിബുലർ നെർവിന്റെ ഇൻഫീരിയർ അൽവോളാർ നെർവ് ബ്രാഞ്ച് എൻറ്റേഴ്സ് ദ മാൻഡിബിൾ ത്രൂ ദി മാൻഡിബുലർ ഫൊറാമൻ ആൻഡ് അവിടുന്ന് ഇറ്റ് എൻറ്റേഴ്സ് ദി ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാൽ. And sometimes this impacted tooth may be associated with the inferior alveolar nerve canal. Okay, and that is one of the anatomical concern. കാരണം ചില സമയത്ത് നമ്മൾ ഈ പല്ല് എടുക്കുന്ന സമയത്ത് it may lead to injury to this inferior alveolar nerve, which in turn may cause paresthesia of the soft tissues as well as the tooth. So അതും ഒരു ഇമ്പോർട്ടന്റ് അനാറ്റമിക്കൽ ലാൻഡ്മാർക്ക് ആണ്. ഓക്കെ, സോ പല തവണ നമുക്ക് ഈ ഇൻഅഡോർട്ടന്റ് ആയിട്ട്, അതായത് ചിലപ്പോൾ സർജിക്കൽ എറർ കൊണ്ട് ഇറ്റ് മേ ലീഡ് ടു ഡാമേജ് ഓഫ് ദിസ് ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാൽ, വിച്ച് ഇൻ ടേൺ ക്യാൻ ലീഡ് ടു ഡാമേജ് ഓഫ് ഓർ ഇറ്റ് ഇൻ ടേൺ ക്യാൻ ലീഡ് ടു paresthesia of that area. Okay. Most commonly, it is not usually that closely associated with that of the roots of the mandibular third molar, but sometimes, yes, it may be very closely attached. Okay. സോ ഈ പറഞ്ഞ മാതിരി ഇതിൽ വേറെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് എക്സാം ഇതിൽ ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. അക്കോർഡിംഗ് ടു ഹോ ആൻഡ് പോയ്ട്ടൺ ഹാഡ് ഡിസ്ക്രൈബ് ദി പ്രോബബിൾ ക്യാരക്ടറൈസേഷൻ of the radiographic image of relationship of a impacted third molar to the alveolar. അതായത് ഹോ ആൻഡ് പോയ്ട്ടൺ ബേസിക്കലി ആള് പല പല എക്സ്റേസ് എടുത്തിട്ട് ഹി വാസ് ഏബിൾ ടു അനലൈസ് ബേസിക്കലി എത്രത്തോളം വ്യത്യാസം ഉണ്ട് ഈ ഇമ്പാക്റ്റഡ് ടൂത്തും ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇൻഫീരിയർ അൽവോളാർ നെർവിലും റേഡിയോഗ്രാഫിക്കലി. ആൻഡ് ചില സമയത്ത് ഹി ബേസിക്കലി പോയിന്റഡ് ഔട്ട് ഫോർ ക്രൈറ്റീരിയാസ്. ഫസ്റ്റ് ക്രൈറ്റീരിയ, ദ കനാൽ മേ ബി അറ്റ് ദ സെയിം ലെവൽ ആസ് ദ തേർഡ് മോളാർ ബട്ട് നോട്ട് ഇൻ കോൺടാക്ട്. അതായത് ഈ ഇമ്പാക്റ്റഡ് തേർഡ് മോളറും ഈ കനാലും ചില സമയത്ത് സെയിം ലെവലിലായിരിക്കാം, പക്ഷെ രണ്ടും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ഒബ്സർവൻസ്. സെക്കൻഡ്, ചില സമയത്ത് ഇറ്റ് മേ ഗെറ്റ് ഓവർലാപ്പ്. ഈ താഴെ കൂടെ പോണ ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാലും ഈ ഇമ്പാക്റ്റഡ് തേർഡ് മോളർ മേ ഹാവ് സം റിലേഷൻ. ഓക്കെ, പിന്നെ ഈ ചില സമയത്ത് ഇത് ഫുള്ളി എന്താ പറയാ ഭയങ്കര ക്ലോസ്ലി ഫുള്ളി റിലേറ്റഡ് ആയിരിക്കും. ചില സമയത്ത് if the neurovascular structure pass through or between the roots, the canal will not be distinct. അതായത് ബേസിക്കലി റേഡിയോഗ്രാഫിക് അപ്പിയറൻസ് വെച്ചിട്ടാണ് ഈ ഹോ ആൻഡ് പോയ്ട്ടൺ ഡിസ്ക്രൈബ് ചെയ്തത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഞാൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊന്നും അങ്ങനെ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല ആൻഡ് ഇറ്റ് ഹാസ് വെരി ലോ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് മേ ബി ആസ്ക്ഡ്. സോ ദിസ് ഇസ് ബേസിക്കലി ഹിസ് ഒബ്സർവേഷൻ. 3 റേഡിയോഗ്രാഫിൽ ആള് ഫസ്റ്റ് വിത്തൗട്ട് എൻക്രോച്ച്മെന്റ്, അതായത് ഇത് രണ്ടും സെപ്പറേറ്റ് എൻറ്റൈറ്റി ആണ് ഇതിൽ പോകുന്നത്. പക്ഷെ ഇതിൽ നോക്കിയേ, ഇതും ഓവർലാപ്പ് ചെയ്യേണ്ടത്. ടൂത്ത് ആൻഡ് ദ ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാൽ ഈസ് ഓപ്പണിംഗ് ഓർ ഓവർലാപ്പിംഗ്. ആൻഡ് തേർഡ് നോക്കിയേ, ദാറ്റ് ഇസ് ബ്ലെൻഡിങ് ഓഫ് ദി സ്ട്രക്ചേഴ്സ് which indicates that the root surrounds the canal. അതായത് റൂട്ടും കനാലും ഭയങ്കരമായിട്ട് ക്ലോസ്ലി അസോസിയേറ്റഡ് ആണ്. അതാണ് മൂപ്പര് പറഞ്ഞത്. ഓക്കെ, retromolar triangle. Okay, so retromolar triangle എന്ന് പറയുമ്പോൾ retro എന്ന് പറയുമ്പോൾ behind the molar there is a triangle. So okay, so behind the third molar it is, so retromolar triangle is basically an area behind the third molar which is a depressed, roughened area bounded by the lingual and buccal crest of the alveolar bone, which is the retromolar triangle. Okay, so ഇതാണ് third molar. Okay, third molar in the back there is a triangular area that is referred to as the retromolar triangle. So there are numerous small blood vessels and damage to this area can lead to hemorrhage. Okay, damage to this area can lead to hemorrhage. ഈ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ ഈ ഒരു റെട്രോമോളർ ട്രൈഗോണിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ഫോർ ഇൻസ്ട്രുമെന്റ്സ് ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദാറ്റ് ഏരിയ, ഇറ്റ് മേ ലീഡ് ടു ഹെമറേജ് ആൻഡ് ക്യാൻ ഓൾസോ ബി ഇൻജേർഡ് ഇഫ് ദി ഡിസ്റ്റൽ ഇൻസിഷൻ നമ്മൾ ഭയങ്കരമായിട്ട് മുമ്പിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ. ദാറ്റ് ഈസ് ബേസിക്കലി അബൌട്ട് ദി എന്താ പറയുക നമ്മുടെ ഈ ഒരു റെട്രോമോളർ ട്രയാങ്കിളിനെ കുറിച്ചിട്ടുള്ള ഏരിയ.
No, lingual nerve. Lingual nerve അറിയാം. It is basically present lingually to the mandible. Okay, mandible lingual surface കിടക്കണ very closely associated പല്ലാണ്. നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു lingual bone of the mandible is much thinner. So അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ മാതിരി there is increased chances that during the extraction of this third molar, the lingual bone can fracture and the instrument can damage the lingual nerve. And once the lingual nerve is damaged, it also can lead to paresthesia of the area supplied by the lingual nerve, including the anterior two-third of the tongue. Okay. But that is also one of the anatomical landmark that one must be very careful by extraction of this impacted mandibular third molar. And sometimes, according to Kieselbach and Kamberman, he basically decided that sometimes this lingual nerve may be present at the crest, near to the crest of the bony edge, medial to the mandibular third molar region, and only 1 to 2 millimeter towards the midline in the lingual soft tissue. Okay, അതായത് ചില സമയത്ത് this lingual nerve may be in very close association to the lingual plate of the mandible, and when we do instrumentation to remove this impacted tooth, the lingual plate of the bone may get fractured and it may lead to damage to the lingual nerve, which in turn can lead to paresthesia of the area supplied by the lingual nerve, including the anterior two-third of the tongue. Okay, that is about the lingual nerve. This basically shows the association of the mandible with that of the various either. Okay, so okay. So this is basically lingual part of the either. This is basically impacted tooth. Okay, this is the impacted tooth. This is the lingual nerve. This is the inferior alveolar nerve. See how closely it is associated. അതായത് ചില സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാണ്ട് ഈ ഒരു പ്ലേറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രുമെന്റേഷൻ മേ എഫക്ട് ദിസ് ലിംഗ്വൽ nerve ആൻഡ് ഇറ്റ് മേ കോസ് പാരസ്തേഷ്യ. അതേ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഈ പറഞ്ഞ എലിവേറ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ പല്ല് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലിവേറ്റേഴ്സ് ഒക്കെ ചില സമയത്ത് താഴെ കിടക്കുന്ന ഇൻഫീരിയർ നെർവിനും ഡാമേജ് ചെയ്യാം. So these are basically the important anatomical structures present alongside of that of the എന്താ പറയാ നമ്മുടെ മാൻഡിബുലർ തേർഡ് മോളാർ. ഓക്കെ, മൈലോഹൈഡ് മസിലായി, മൈലോഹൈഡ് നെർവായി, സബ്മാൻഡിബുലർ ഗ്ലാൻഡ്. These are basically the important anatomical structures. So see how closely the lingual nerve is associated with the mandibular third molar. Adhe inferior alveolar nerve. And these two structures are the most commonly structures injured while the extraction of the impacted tooth. Okay. And this is basically ഓരോരോ എന്താ പറയുക എത്രത്തോളം ഡിസ്റ്റൻസിലാണ് ഓരോ കണ്ടീഷനിൽ നമുക്ക് ഈ അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സ് കിടക്കണേ എന്നുള്ള സ്റ്റഡിയാണ്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ വാല്യൂസ് ഒന്നും നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. Okay, just for the sake of completion, so the lingual nerve was observed at above the crest of the lingual plate in 4.6 to 17.6 individuals, 17.6% of the patients, whereas the direct contact of the lingual nerve with the lingual plate in retromolar region was in about 22.3 to 62% of cases. The direct contact of the lingual nerve with that of the lingual plate of the mandible. ഈ ലിംഗ്വൽ പ്ലേറ്റിന്റെ തൊട്ട് സൈഡിൽ ഈ ലിംഗ്വൽ nerve കിടക്കുന്ന കണ്ടീഷൻസ് ആണ് 62% ഓഫ് ദ കേസസിൽ ഉണ്ടായിരുന്നത്. വേറസ് ഈ പറഞ്ഞ മാതിരി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് റേഞ്ച് ഫ്രം 0 to 7 millimeter. അത്ര ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. സോ then coming to the mylohyoid nerve, നമ്മൾ നേരത്തെ കണ്ട പടത്തിൽ തന്നെ നമ്മൾ കണ്ടു ഈ mylohyoid nerve. It is not as near as that of the lingual nerve, but yeah, it has a chance of injury. Okay, that is basically about the mylohyoid nerve. And yeah, so that is basically the now ഇതായിരുന്നു anatomical relation. Now we have selected a patient for extraction of impacted tooth. Now before going into the operative procedures നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദ തിങ് ദാറ്റ് വി ഒബ്സർവ് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് ഇറപ്ഷൻ ഓഫ് ടൂത്ത്. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് എടുക്കാൻ പോണ ടീത്തിന്റെ എത്രത്തോളം ഇറപ്റ്റഡ് ആണ്. ഓക്കെ, അതായത് ഫുള്ളി ഇറപ്റ്റഡ് ആണോ, പാർഷ്യലി ഇറപ്റ്റഡ് ആണോ, അത് അൺഇറപ്റ്റഡ് ആണോ, ആൻഡ് വെദർ ഇസ് എ സോഫ്റ്റ് ടിഷ്യൂ ഇമ്പാക്ഷൻ ഓർ എ ബോണി ഇമ്പാക്ഷൻ. അതായത് ഈ നമ്മൾ എടുക്കാൻ പോണ പല്ലിന്റെ മേളിൽ സോഫ്റ്റ് ടിഷ്യൂ ആണോ കിടക്കണേ, അതായത് അല്ലെങ്കിൽ ബോൺ ആണോ കിടക്കണേ, അത് വെച്ചിട്ട് ആംഗുലേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ടീത്ത്. അതായത് മീസോ ആംഗുലാർ ആണോ, ഡിസ്റ്റോ ആംഗുലാർ ആണോ, ഹൊറിസോണ്ടൽ ആണോ, വെർട്ടിക്കൽ ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൻഡ് ദ പൊസിഷൻ ഓഫ് ടീത്ത്. അതായത് പൊസിഷൻ എ at the occlusal level of second molar ആണോ, പൊസിഷൻ ബി ബിലോ ദ occlusal level but above the cervical line ആണോ, പൊസിഷൻ സി ബിലോ ദ cervical line ആണോ, ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ദ സെക്കൻഡ് മോളാർ. അതായത് എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അസെൻഡിംഗ് റാമസ് ആൻഡ് ദി ഡിസ്റ്റൽ സർഫസ്. അതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഗ്യാപ്പിലത്തെ കാര്യം. ആൻഡ് റിലേഷൻഷിപ്പ് സെക്കൻഡ് മോളാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ മാതിരി ഒക്ലൂസൽ ലൈനിന്റെ അടുത്താണോ സർവൈക്കൽ ലൈനിന്റെ അടുത്താണോ അത്. സോ ബേസിക്കലി ദിസ് ഈസ് basically a IOPR depicting a pre-op radiograph
of a tooth, of impacted tooth that is subjected for extraction of that tooth. സോ അതിൽ നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഒക്ലൂസൽ പ്ലെയിൻ ഓഫ് സെക്കൻഡ് മോളർ മാർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒക്ലൂസൽ പ്ലെയിൻ മാർക്ക് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ മാർക്ക് ചെയ്തത്? നമ്മൾ ഈ പറഞ്ഞ മാതിരി ആന്ററി ബോണ്ടർ ഓഫ് അസെൻഡിങ് റാമസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി ഹൗ യു പ്രീ ഓപ്പറേറ്റീവ്ലി അസസ് എ പേഷ്യന്റ് who is subjected for the extraction of the impacted tooth. അതായത് സ്റ്റേറ്റ് ഓഫ് ദ ഇറപ്ഷൻ നോക്കും, വാട്ട് ടൈപ്പ് ഓഫ് ഇമ്പാക്ഷൻ, ബോൺ ഇമ്പാക്ഷൻ ആണോ സോഫ്റ്റ് ടിഷ്യൂ ഇമ്പാക്ഷൻ ആണോ നോക്കും, ആംഗുലേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ടൂത്ത് വെച്ചിട്ട് നമ്മൾ പ്രീ ഓപ്പ് നോക്കും, റിലേഷൻഷിപ്പ് ഓഫ് ദ സെക്കൻഡ് മോളാർ ടു അസർട്ടൈൻ whether the tooth is locked below the crown of the second molar or not, and the space that is available between the second molar and the ascending ramus. അത് വെച്ചിട്ട് നമ്മൾ pre-operatively assess the radiograph. Okay, and how the root appears. ഓക്കെ, എത്ര റൂട്ട് ഉണ്ട്, ദ നമ്പർ ഓഫ് റൂട്ട്, ദ സൈസ് ഓഫ് ദ റൂട്ട്, ദ ഷേപ്പ് ഓഫ് ദ റൂട്ട്, റൂട്ട് ബൾക്കി ആണോ, റൂട്ട് ഭയങ്കര തിന്നാണോ, ഇതൊക്കെ നമ്മൾ വി ക്യാൻ അസസ് ബൈ യൂസിങ് എ പ്രീ ഓപ്പ് റേഡിയോഗ്രാഫ്. കണ്ടീഷൻ ഓഫ് ദ ടൂത്ത്, റൂട്ട് അല്ല ഈ ടൂത്ത് കേരിയസ്ലി എഫക്റ്റഡ് ആണോ, മോണരോഗം അല്ലെങ്കിൽ പെരിഡോണ്ടൽ ഡിസീസ് കൊണ്ട് എഫക്റ്റഡ് ആണോ, അതും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ദ ബോൺ അലോങ് ദ മീഡിയൽ ബോൺ അലോങ് ദ മീസിയൽ സർഫസ് ഓഫ് ദ ടൂത്ത്. ഓക്കെ, അതായത് ഈ പല്ലിന്റെ മീസിയൽ സർഫസിൽ കിടക്കുന്ന ബോൺ ഇൻഫെക്റ്റഡ് ആണോ അത് നോർമൽ ബോൺ ആണോ അത് അസസ് ചെയ്യാൻ പറ്റും. ആൻഡ് സൈസ് ഓഫ് ദി ഫോളിക്കുലർ സ്പേസ്. ഫോളിക്കുലർ സ്പേസ് എന്ന് പറയുമ്പോൾ any tooth that has not erupted or an unerupted tooth has always a follicle surrounding it. ഇത് കണ്ടോ, ഇതാണ് unerupted tooth. ഇതിന് ചുറ്റും ഈ ഒരു റേഡിയോ ലൂസൻസി കണ്ടോ, ദാറ്റ് ഇസ് ബേസിക്കലി ദ ഫോളിക്കൽ. ആ ഒരു ഫോളിക്കൽ സൈസ് വെച്ചിട്ട് വി ക്യാൻ ഓൾസോ അസസ്. കാരണം ഈ ഫോളിക്കൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ബേസിക്കലി ആബ്സൊല്യൂട്ട്ലി നോ ബോൺ സറൗണ്ടിങ് ദ ടൂത്ത്. ആ പല്ല് ഈസ് കമ്പാരിറ്റീവ്ലി മച്ച് മോർ ഈസിയർ ടു റിമൂവ്. That is basically size of the follicular space and whether there is a presence of cyst or not. ഈ unerupted toothന്റെ അസോസിയേഷനിൽ വല്ല സിസ്റ്റ് ഉണ്ടോ, ഫോർ എക്സാമ്പിൾ ഡെന്റൽ സിസ്റ്റോ OKC റാഡിക്കുലർ സിസ്റ്റോ അങ്ങനത്തെ സിസ്റ്റ് വല്ലതും ഉണ്ടോ എന്നും കൂടി അസസ് ചെയ്യും. So these are basically the pre-operative assessment that one does before surgically extraction of a tooth. Now, this is basically about the radiological interpretation of the X-rays. Okay, അതായത് നമ്മൾ ഒരു പല്ല് എടുക്കാനുള്ള ഒരു തേർഡ് മോളർ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു തേർഡ് മോളറിന്റെ റേഡിയോഗ്രാഫ് എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക. വി ബേസിക്കലി അസസ് ദി ആംഗുലേഷൻ, ആ റൂട്ട്, ആ ഇമ്പാക്ട് ടൂത്തിന്റെ ക്രൗൺ എങ്ങനെയുണ്ട്, ഫുള്ളി ഫോംഡ് ക്രൗൺ ആണോ, പാർഷ്യലി ഫോംഡ് ക്രൗൺ ആണോ, ഓക്കെ, അതിന്റെ റൂട്ട് എങ്ങനെയുണ്ട്, ആ റൂട്ടിന്റെ സൈസ് എത്രയാണ്, റൂട്ടിന്റെ എത്ര നമ്പർ ഓഫ് റൂട്ട്സ് ആണ് ഉള്ളത്, അത് അസസ് ചെയ്യും. റിലേഷൻഷിപ്സ് ഓഫ് ദി എപ്പൈസസ് വിത്ത് ഇൻഫീരിയർ കാണാം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഈ എപ്പൈസസിന് ചില സമയത്ത് ഭയങ്കര താഴെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പൈസിന് തൊട്ട് താഴെ ആവാം, അല്ലെങ്കിൽ എപ്പൈസസിന്റെ ഭയങ്കര ക്ലോസ് കോൺടാക്റ്റിലായിരിക്കാം ഈ റൂട്ട് കനാൽ, നമ്മുടെ ഈ ഇൻഫീരിയർ നെർവ് കനാൽ ഉണ്ടാവുക. ദാറ്റ് ഓൾസോ ക്യാൻ ബി അസസ്ഡ് ബൈ യൂസിങ് എ IOPR. ദ ഡെപ്ത് ഓഫ് ദ ടൂത്ത് ഇൻ ദ അൽവോളാർ ബോൺ, എത്രത്തോളം ഡെപ്തിലാണ് ഈ ടൂത്ത് ഇമ്പാക്ട് ആയി കിടക്കണേ അത് നമുക്ക് നോക്കാം. പിന്നെ അതേമാതിരി ഈ ടൂത്ത് ബക്കലി ആണോ ഇമ്പാക്റ്റഡ് ആയി കിടക്കണേ, ലിംഗ്വലി ആണോ ഇമ്പാക്ട്, അതും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. അസസ്മെന്റ് ഓഫ് സെക്കൻഡ് മോളാർ, ഓക്കെ, സെക്കൻഡ് മോളാറും ഈ തേർഡ് മോളറിനെ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താൻ പറ്റും. ആൻഡ് അസസ്മെന്റ് ഓഫ് സറൗണ്ടിങ് ബോൺ, ഈ ഇമ്പാക്ട് ടൂത്തിന് ചുറ്റും കിടക്കുന്ന ബോണിന്റെ കണ്ടീഷൻ എന്താണ്, സോഫ്റ്റ് ബോൺ ആണോ, ഇൻഫെക്റ്റഡ് ബോൺ ആണോ, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കിടക്കുന്ന ബോൺ ആണോ, അത് നമുക്ക് ഇതിൽ അസസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ബേസിക്കലി ദ അസസ്മെന്റ് ദാറ്റ് വൺ ഡസ് റേഡിയോഗ്രാഫിക്കലി. ഓക്കെ, റിലേഷൻഷിപ്പ് ഓഫ് റൂട്ട് ടു കനാൽ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇതിൽ നോക്കിയാൽ ജസ്റ്റ് ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇതില് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വന്നു, ഇതില് ഫുള്ളി ക്ലോസ് ആണ്, ഇതില് തൊട്ട് താഴെയാണ്, ആൻഡ് ഇതില് പല്ലിന്റെ ഉള്ളിൽ കൂടെയാണ് ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാൽ പോയിരിക്കണേ. ഓക്കെ, സോ ദീസ് ആർ ബേസിക്കലി ദ റിലേഷൻഷിപ്പ് ഓഫ് ദി ഇൻഫീരിയർ അൽവോളാർ നെർവ് കനാലും ഈ പറഞ്ഞ അതിൽ ഇമ്പാക്റ്റഡ് ടൂത്തും. ഓക്കെ, ഈ ID കനാൽ എന്ന് പറയുമ്പോൾ ഇൻഫീരിയർ ഡെന്റൽ കനാൽ, ഈ ഇൻഫീരിയർ അൽവോളാർ കനാലിന്റെ വേറെ പേരാണ് ഇൻഫീരിയർ ഡെന്റൽ കനാൽ. ദിസ് ഇസ് ബേസിക്കലി ദ റിലേഷൻഷിപ്പ് ഓഫ് റൂട്ട് ടു ദി കനാൽ. Okay, now ഈ പറഞ്ഞ മാതിരി this is basically another study that was conducted in many patients who had impacted tooth. അതിൽ there were 4 signs that were observed in accordance to the relationship of the root of the impacted third molar ഈ പറഞ്ഞ മാതിരി നമ്മുടെ inferior alveolar nerve canal. In relation to tooth, 4 signs were observed. If the inferior nerve canal is in close association with the tooth, അതായത് inferior nerve canal ഈ പറഞ്ഞ മാതിരി നമ്മുടെ പല്ലും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ, there are mainly 4 signs that are seen. റൂട്ട് ഡാർക്കൺ ആവും. അപ്പോൾ പൊതുവെ ഉള്ള ഒരു റേഡിയോ ഓപ്പോസിറ്റിനെക്കാട്ടും കൂടുതൽ ഡാർക്ക് ആയിട്ടാണ് നമുക്ക് റൂട്ട് കാണാൻ പറ്റുക. ഇഫ് ഇറ്റ് ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് inferior nerve canal, sometimes the root may be deflected എന്ന് പറയുമ്പോൾ
ഇവിടുന്ന് ഇങ്ങനെ വരെ വരുന്ന ഒരു റൂട്ട് കനാൽ, ഇതാണ് നോർമലി. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ഹൗ എ റൂട്ട് കനാൽ സീസ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫീരിയർ ആൾക്ക് ഇറ്റ് ഗെറ്റ് ഡിഫ്ലക്ട്. ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് വരും, പിന്നെ ഒരു ഡിഫ്ലക്ഷൻ വരും. ഓക്കെ, ഈ ഒരു ഡിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേ ഇൻഡിക്കേറ്റ് ദാറ്റ് ദി inferior alveolar nerve canal is in very close association with that of the mandibular molar. Narrowing of the root. Okay, ചില സമയത്ത് ഈ പറഞ്ഞ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് നോർമൽ ആയിട്ട് ഇങ്ങനെ പല്ല് വരും, റൂട്ട് വരും, പക്ഷെ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് നാരോയിങ് ആവും. ഓക്കെ, പെട്ടെന്ന് അതിന്റെ വീതി കുറയും. That is basically narrowing of the canal, which also indicates very close association between the inferior alveolar nerve canal നമ്മുടെ ഈ impacted tooth. Bifid root apex. ഓക്കെ, റൂട്ട് അപ്പെക്സ് എന്ന് പറയുമ്പോൾ സോ ദിസ് ഇസ് ബേസിക്കലി നമ്മുടെ നോർമൽ ഒരു റൂട്ട് അപ്പെക്സ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഈ ഒരു കനാലായി ആൻഡ് ദിസ് ഇസ് ബേസിക്കലി റൂട്ട് അപ്പെക്സ്. പക്ഷെ ചില സമയത്ത് ഇഫ് ഇറ്റ് ഇസ് ക്ലോസ് അസോസിയേഷൻ വിത്ത് ഇൻഫീരിയർ അലോണോ കനാൽ ഇറ്റ് ബിക്കംസ് ബൈഫിഡ്, അതായത് ഇതിന് രണ്ട് ഓപ്പണിംഗ് മാതിരി ആയി പോകും. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആ ഒരു അപ്പെക്സ് തന്നെ ഇങ്ങനെ ബൈഫിഡ് മാതിരി ആയി പോകും. So it also indicates that it is in close association with that of the inferior alveolar nerve canal. And while you observe the canal also shows some signs if it is in close association with the impacted third molar. That is, sometimes the canal may get diverted or the canal may show narrowing. അതായത് ഈ തേർഡ് മോളറിന്റെ അവിടെ വരുമ്പോഴേക്കും പെട്ടെന്ന് ഇത് കണ്ട ഇവിടുന്ന് പെട്ടെന്ന് അതിന്റെ വീതി കുറഞ്ഞു. ഓക്കെ, ഇതാണ് ഈ പറഞ്ഞ ഡൈവേർഷൻ വരുന്നത്. ഓക്കെ, ഇതിന്റെ പെട്ടെന്ന് ഇവിടെ വീതി കുറഞ്ഞു കനാലിലെ. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇസ് ഇറ്റ് മേ ബി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ഇംപാക്റ്റഡ് തേർഡ് മോളർ ഓർ ഇന്ററപ്ഷൻ ഇൻ ദി വൈറ്റ് ലൈൻ ഓഫ് ദി കനാൽ. ഈ ഒരു വൈറ്റ് ലൈനിലെ this white line may get abruptly disrupted. ഇവിടെ കണ്ട ഇവിടുന്ന് ഇവിടെ വരെ വൈറ്റ് ലൈൻ ഉണ്ട്, ഇവിടുന്ന് ഇവിടെ വരെ വൈറ്റ് ലൈൻ ഉണ്ട്, പക്ഷെ ഈ ഒരു ഇടയ്ക്കിലത്തെ ഗ്യാപ്പിൽ വൈറ്റ് ലൈൻ ഇല്ല. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് മേ ബി ഈ പറഞ്ഞ മാതിരി ക്ലോസ്ലി അസോസിയേറ്റ് വിത്ത് ദാറ്റ് ഓഫ് ദി ഇംപാക്റ്റഡ് തേർഡ് മോളർ. സോ ഈ റൂട്ട് ഡാർക്കിംഗ് നോക്കി, ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു റൂട്ട് നോർമൽ കളർ, പക്ഷെ ഇവിടെ എത്തുമ്പോൾ മാത്രം നോക്കിയാൽ ദാറ്റ് ഇസ് എ റൂട്ട് പെട്ടെന്ന് ബ്ലാക്ക് കളർ ആവുന്നുണ്ട്, ഡാർക്കനിങ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ബേസിക്കലി റൂട്ട് ഡാർക്കനിങ്. ഓക്കെ, രണ്ടാമത്തെ ഡിഫ്ലക്ഷൻ. ഇവിടുന്ന് ഇവിടെ വരെ റൂട്ട് ഇങ്ങനെ നോർമൽ വന്നിട്ട് പെട്ടെന്ന് ഒരു വളവ് വരിക. That is basically the root deflection, which basically indicates that the tooth is in close association with that of the inferior alveolar nerve. Narrowing of the root. ഇവിടെ നോക്കിയേ, ഇവിടുന്ന് ഇവിടെ കറക്റ്റ് തിക്നെസ് വന്നിട്ട് ഇവിടെ വന്നപ്പോഴേക്കും റൂട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞു. ദാറ്റ് ഇസ് ദി നാരോയിങ് ഓഫ് ദ റൂട്ട്. ചില സമയത്ത് ഇറ്റ് മേ ഷോ ബൈഫിഡ് റൂട്ട് അപ്പെക്സ്. ഇവിടെ കണ്ടോ ബൈഫിഡ് ആയിട്ട് വന്നു. സോ ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് എ ക്ലോസ് അസോസിയേഷൻ. ദെൻ അക്കോർഡിംഗ് ടു കനാൽ സംടൈംസ് ദ കനാൽ മേ ഷോ ഡൈവേർഷൻ. ഇവിടെ ഒക്കെ നോക്കിയാൽ കനാൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വന്നു, ഇവിടെ ഇങ്ങനെ പോയി. പക്ഷെ ഇവിടെ നോക്കിയാൽ ചില സമയത്ത് കനാൽ ഇങ്ങനെ ഡൈവേർട്ടഡ് ആയിട്ട് പോകും. ഓക്കെ, ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് എ ക്ലോസ് അസോസിയേഷൻ വിത്ത് ദാറ്റ് ഓഫ് ദി ഇംപാക്റ്റഡ് തേർഡ് മോളർ. ചില സമയത്ത് ഇറ്റ് മേ ഓൾസോ ഷോ നാരോയിങ്. ഇവിടുന്ന് ഇവിടെ വരെ കറക്റ്റ് തിക്നെസ് വന്നിട്ട് ഇവിടെ പെട്ടെന്ന് വന്നപ്പോൾ അത് നാരോ ആയി പോയി. That also indicates a close association. Sometimes the white line that is seen also may get interrupted, and that also indicates ഈ പറഞ്ഞ മാതിരി നമ്മുടെ a close association with the impacted third molar and the inferior alveolar nerve canal. So I hope that's clear. Okay, so that is basically about the radiographic signs that one may be able to predict the close association between the inferior alveolar nerve canal and impacted third molar, and which in turn is important to preoperatively assess. അതായത് നമ്മൾ സർജിക്കലി ചെയ്യണ മുന്നേ ഇത് നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ വി ക്യാൻ അവോയ്ഡ് ദി പാരസ്തീഷ്യ ദാറ്റ് ക്യാൻ ബി കോസ്ഡ് ബൈ ഡാമേജിങ് ദി സ്പെസിഫിക് ലിംഗ്വൽ നെർവ് അല്ല സ്പെസിഫിക് ഇൻഫീരിയർ alveolar nerve. കാരണം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കിയില്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്ന മാതിരി എടുക്കും, ആൻഡ് ഇറ്റ് മേ ലീഡ് ടു ഡാമേജ് ഓഫ് ദി ഇൻഫീരിയർ alveolar nerve. കാരണം ഈ കനാലിന്റെ ഉള്ളിൽ കൂടെ പോണ എന്താണ് ഇൻഫീരിയർ alveolar nerve ആണ്. അപ്പോൾ ഇത് ക്ലോസ്ലി അസോസിയേറ്റ് നമ്മൾ പല്ലെടുക്കുമ്പോൾ ഈ ഇൻഫീരിയർ alveolar nerve ഡാമേജ് ചെയ്യും, വിച്ച് ഇൻ ടേൺ ക്യാൻ ലീഡ് ടു പാരസ്തീഷ്യ. ദാറ്റ് ഈസ് ബേസിക്കലി the 7 signs that one can understand based on the X-ray. So that is basically about that. And അത് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. ഓക്കെ,